ജെഇ അഡ്വാൻസ്ഡ് 2024 പേപ്പർ 1 ആണ്. അപ്പോൾ നമ്മൾ മെയിൻസ് പോലെ അത്ര സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആവില്ല. അപ്പോൾ ഇത് കെട്ടഴിഞ്ഞു വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ കുറച്ച് സമയം നിങ്ങളിത് ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആ ക്വസ്റ്റ്യൻ ക്രാക്ക് ചെയ്യാനാണ് സമയമെടുക്കുക. അത് എക്സിക്യൂട്ട് ചെയ്യാൻ, നമുക്കത് സോൾവ് ചെയ്യാൻ എടുക്കുന്ന സമയം, അതിൻ്റെ കാൽക്കുലേഷൻസ് ഒക്കെ വളരെ സിമ്പിളാവും, അധികം എടുക്കില്ല. ക്വസ്റ്റ്യൻ മനസ്സിലാക്കാനാണ് കൂടുതൽ സമയം എടുക്കുക. അപ്പോൾ അതിനുള്ളൊരു പേഷ്യൻസ് നിങ്ങൾക്ക് ഉണ്ടാവണം. അപ്പോൾ നിങ്ങൾ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സമയത്ത് നിങ്ങളത് കാണാൻ ശ്രമിക്കുക. അതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ഈസ് കൺസ്ട്രക്റ്റഡ് ഇൻ ടേംസ് ഓഫ് ഇലക്ട്രോണിക് ചാർജ് ഇ, permittivity of free space epsilon 0, Planck's constant h and speed of light c. If the dimensionless quantity is written as e raised to alpha epsilon 0 raised to beta h raised to gamma and c raised to delta and n is a non-zero integer, then alpha beta gamma delta is given by. അതിൽ നമ്മൾ സാധാരണ ഡയമെൻഷൻസ് എഴുതുന്നത് പോലെ എഴുതണ്ട, നമുക്ക് ഇലക്ട്രോണിക് ചാർജ് ഒക്കെ നേരിട്ട് അങ്ങ് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇ എന്ന് പറയുന്നത് ചാർജാണ് റേസ് ടു ആൽഫ, പിന്നെ എപ്സിലോൺ 0 നമ്മൾ കുളുംസ് ലോയിൽ എന്താ എഫ് ഈക്വൽ ടു ചാർജ് സ്ക്വയർ Q1 Q2 എന്നാണ് വരിക. അതിവിടെ ഇ ആയിക്കോട്ടെ, ഇ സ്ക്വയർ. അപ്പോൾ ഇ സ്ക്വയർ ഡിവൈഡ് ബൈ 4π എപ്സിലോൺ 0 ആർ സ്ക്വയർ. അതിൽ 4πക്ക് ഡയമെൻഷൻ ഇല്ല. അപ്പോൾ എഫ് ഈക്വൽ ടു ഇ സ്ക്വയർ ബൈ എപ്സിലോൺ 0 ആർ സ്ക്വയർ. ഡയമെൻഷനലി അത് കറക്റ്റാണ്. എഫ് ഈക്വൽ ടു ഇ സ്ക്വയർ ബൈ എപ്സിലോൺ 0 ആർ സ്ക്വയർ. അപ്പോൾ എപ്സിലോൺ 0 എന്താ വരിക? ഇ സ്ക്വയർ ബൈ എഫ് ആർ സ്ക്വയർ വരും. അതാണ് ഇപ്പോൾ ഈ എഴുതിയിരിക്കുന്നത്, ഇ സ്ക്വയർ ബൈ എഫ് ആർ സ്ക്വയർ, എപ്സിലോൺ 0യുടെ ഡയമെൻഷൻ. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്? അടുത്തത് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ബോർസ് ആറ്റം മോഡലിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആംഗുലർ മൊമെന്റം ഈസ് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h by 2π. അപ്പോൾ ഈ അതിൽ 2πക്ക് ഡയമെൻഷൻ ഇല്ല. അപ്പോൾ h മസ്റ്റ് ബി ഹാവിങ് ദ ഡയമെൻഷൻസ് ഓഫ് ആംഗുലർ മൊമെന്റം. ആംഗുലർ മൊമെന്റം പറഞ്ഞാൽ ലീനിയർ മൊമെന്റം ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസാ. ലീനിയർ മൊമെന്റം ഡയമെൻഷനലി ഇമ്പൾസിന് ഈക്വൽ ആണ്. ഓക്കെ, ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ടൈം. അപ്പോൾ നമുക്ക് നോക്കാം, ഈ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് പറഞ്ഞാൽ ആംഗുലർ മൊമെന്റം, ദാറ്റ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ടൈം ഇൻറ്റു ഡിസ്റ്റൻസ്. അപ്പോൾ ഫോഴ്സ്, ടൈം, ഡിസ്റ്റൻസ് ആർ. അപ്പോൾ ആംഗുലർ മൊമെന്റമായി അല്ലെങ്കിൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആയി. ഓക്കെ, പിന്നെ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം. ഇനി ഇവിടെ നോക്കുക, നമ്മൾ ഈ സി എന്ന് പറയുന്ന സ്പീഡും ടൈമും അത് ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ അതിനെ നമുക്കൊരു ആറായിട്ട് വിചാരിക്കാം. ഓൾറെഡി മറ്റൊരു ആറുണ്ട്, അപ്പോൾ ആർ സ്ക്വയർ. അപ്പോൾ മേലെ എഫ് ആർ സ്ക്വയർ, താഴെയും എഫ് ആർ സ്ക്വയർ ഉണ്ട്. അത് കട്ടായി പോവും. എപ്പോൾ ഈ താഴെയുള്ള എഫ് ആർ സ്ക്വയറിൻ്റെ പവറും മേലുള്ള എഫ് ആർ സ്ക്വയറിൻ്റെ പവറും ഈക്വൽ ആവണം. ഈ താഴെയുള്ള എഫ് ആർ സ്ക്വയറിൻ്റെ പവർ ബീറ്റയാണ്, മനസ്സിലായില്ലേ? മേലെയുള്ള എഫ് ആർ സ്ക്വയറിൻ്റെത് ഗാമയും ഡെൽറ്റയാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഈക്വൽ ആവണം. അപ്പോൾ ബീറ്റയും ഗാമയും ഡെൽറ്റയും ഈക്വൽ ആവണം. അപ്പോൾ എഫ് ആർ സ്ക്വയർ കട്ടായി പോകും. ഇനി നമുക്ക് തീരുമാനിക്കാനുള്ളത് ഈ മാത്രമാണ്. ഇതാ ഇവിടെ ഇ സ്ക്വയർ ആണ്, ഇവിടെ ഇ റേസ് ടു ആൽഫയാണ്. ഓക്കെ, അതിൽ നമുക്ക് എന്ത് പറയാം? ഇത് കട്ടായി പോവണമെങ്കിൽ നമുക്ക് എന്ത് പറയാമെന്നറിയോ? ഈ ആൽഫ പ്ലസ് 2 ബീറ്റ ഈക്വൽ ടു 0 ആവണം. അപ്പോൾ ആൽഫ ഈക്വൽ ടു -2 ബീറ്റ ആവണം. ബീറ്റ ഗാമ ഡെൽറ്റ ഈക്വലാ, അതിൻ്റെ ട്വൈസ് ആവണം ആൽഫ, ഓപ്പോസിറ്റ് സൈനും ആവണം. ഓക്കെ, ബീറ്റ ഗാമ ഡെൽറ്റ ഈക്വൽ ആണ്, അതിൻ്റെ ട്വൈസ് ആവണം ആൽഫ, ഓപ്പോസിറ്റ് സൈൻ ആവണം. അപ്പോൾ നോക്കൂ, ബീറ്റ ഗാമ ഡെൽറ്റ ഈക്വൽ ആയിട്ടുള്ളത് ഇവിടെ നോക്കൂ. ബീറ്റ ഗാമ ഡെൽറ്റ ഈക്വൽ അല്ല, ഇവിടെ ഈക്വൽ അല്ല, ഇവിടെ ഈക്വൽ അല്ല. ഈക്വൽ ആയിട്ട് ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, അതാണ് എ ആണ്. അവിടെ ബീറ്റയും ഗാമയും ഡെൽറ്റയും ഈക്വലാണ്. ഓക്കെ, അതിൻ്റെ ട്വൈസ് ആണ്, ഓപ്പോസിറ്റ് സൈൻ ആണ് ആൽഫ. അപ്പോൾ അത് റെഡിയാണ്. ഇനി അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ഇവിടെ ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. മാത്രമല്ല നമുക്കെന്താ മറ്റൊരു ഓപ്ഷൻ കൂടെ പോസിബിൾ ആണ്. ഇവിടെ നോക്കൂ, ഇതാ -2n n n n. അപ്പോൾ ബീറ്റ ഗാമ ഡെൽറ്റ ഈക്വൽ ആണ്, അതിൻ്റെ ട്വൈസ് ആണ്, ഓപ്പോസിറ്റ് സൈൻ ആണെന്ത് ആൽഫ. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതും കറക്റ്റ് ആണ് എന്നർത്ഥം. റൈറ്റ്, നെക്സ്റ്റ് നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. അതിൽ an infinitely long wire located on the z axis carries a current capital I along the positive z direction and produces magnetic field capital B. The magnitude of the line integral B dot dl along a straight line from the point -√3 a0 to a0 is given by. നോക്കൂ, ഈ രണ്ട് പോയിന്റിൻ്റെയും z കോർഡിനേറ്റ് 0 ആണ് എന്ന് പറഞ്ഞാൽ രണ്ട് പോയിന്റും XY പ്ലെയിനിലാണ്. അപ്പോൾ ആ ലൈനാണ് ഞാൻ ഈ യെല്ലോ വരച്ചിരിക്കുന്നത്. ഓക്കെ, μ0 മാഗ്നറ്റിക് പെർമിയബിലിറ്റി ആണ്. ഓക്കെ, അപ്പോൾ ഈ യെല്ലോ ലൈനിലേക്ക് x ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് a ആവും.
അതിൽ നമ്മൾ ഈ XYZ ആക്സസ് 3 ആക്സസ് കൂടെ ഒരുമിച്ച് കൺസിഡർ ചെയ്യുമ്പോൾ ദേ മസ്റ്റ് ബി മ്യൂച്വലി പെർപെൻഡിക്കുലർ ആൻഡ് ദേ മസ്റ്റ് ബി ഇൻ ദ കൗണ്ടർ ക്ലോക്ക് വൈസ് ഓർഡർ എന്ന. അതായത് ലെഫ്റ്റ് ഹാൻഡിൻ്റെ 3 ഫിംഗേഴ്സ് നമ്മൾ സ്ട്രെച്ച് ചെയ്യുകയാണെങ്കിൽ ഇത് X ആക്സസ്, ഇത് Y ആക്സസ്, ഇത് Z ആക്സസ്, അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ടാണ് പോസിറ്റീവ് Z ഡിറക്ഷൻ. അപ്പോൾ നമ്മൾ ഒരു കണ്ടക്ടറിൽ കറണ്ട് പോസിറ്റീവ് Z ഡിറക്ഷനിൽ ഇങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ നോക്കൂ, മാഗ്നറ്റിക് ഫീൽഡ് ഇതേ ഇങ്ങനെ ഉണ്ടാവും. അതാണ് ഇപ്പോൾ ഇവിടെ നമ്മളിതേ ഇതാണ് പോയിന്റ് ഓഫ് ഒബ്സർവേഷൻ. അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഇതേ ഇങ്ങോട്ടാണ്, റൈറ്റ്? ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. സി, നിങ്ങൾ ഈ റൈറ്റ് ട്രയാങ്കിൾ നിങ്ങൾ നോക്കിക്കോളൂ. അതിൽ നമ്മൾ ഇത് L ആണ്, ഈ ഡിസ്റ്റൻസ് A ആണ്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് L/A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ tan phi വരും. ഈ ആംഗിൾ ഞാൻ phi മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ L = നമുക്ക് A tan phi വരും. ഓക്കെ, അപ്പോൾ dl/d phi പറഞ്ഞു കഴിഞ്ഞാൽ A sec square phi. dl/d phi പറഞ്ഞാൽ A sec square phi. അപ്പോൾ dl എന്താ? dl പറഞ്ഞാൽ A sec square phi d phi വരും. ഓക്കെ, ഇനി നമുക്ക് ഇത് വെർട്ടിക്കൽ വിചാരിച്ചോളൂ, ഇത് റേഡിയസ് എന്ന് വിചാരിച്ചോളൂ. രണ്ടും തമ്മിലുള്ള ആംഗിൾ phi ആ. ഇഫ് ദ ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ് ഈസ് phi, then the angle between their perpendiculars is also phi. ഇവിടെ വെർട്ടിക്കലും റേഡിയസും ആണ്. ആ റേഡിയസിന് പെർപെൻഡിക്കുലർ ആണ് ഈ ടാൻജൻറ്റ്, ആ വെർട്ടിക്കലിന് പെർപെൻഡിക്കുലർ ആണ് ഈ ഹൊറിസോണ്ടൽ. അപ്പോൾ ഈ ആംഗിൾ phi ആവും. ഓക്കെ, ആ ആംഗിൾ phi ആണെങ്കിൽ അപ്പോൾ ഇതെന്താവും? ഇത് 180 - phi ആവും. ഓക്കെ, 180 - phi. അതിൽ നോക്കൂ, DL എന്ന് പറഞ്ഞാൽ അതേ ഇങ്ങോട്ടാണ് DL. ഓക്കെ, B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ ഇങ്ങോട്ടാണ്. അപ്പോൾ ബിയും DL-ഉം തമ്മിലുള്ള ആംഗിൾ 180 - phi എന്ന് പറയാം. 180 - phi. ഓക്കെ, ഇനി ഇവിടുത്തെ B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മളുടെ കണ്ടക്ടർ ഇരിക്കുന്നത് ഇതേ ഇങ്ങനെയാണ്. ഓക്കെ, കണ്ടക്ടർ നോക്കൂ ഇതേ ഇങ്ങനെ. അപ്പോൾ നോക്കൂ, മാഗ്നറ്റിക് ഫീൽഡ് ഇതേ ഇങ്ങനെ വരും. കണ്ടക്ടർ ഇങ്ങോട്ട്, കറണ്ട് ഇങ്ങോട്ടാ. ഓക്കെ, ഇങ്ങനെ വരും. അപ്പോൾ ഈ കണ്ടക്ടറിൽ നിന്ന് R ഡിസ്റ്റൻസ് അകലെയുള്ള മാഗ്നറ്റിക് ഫീൽഡാണ്. അത് നോക്കൂ, B = μ0I/2πr, ഇൻഫിനിറ്റ്ലി ലോങ് കണ്ടക്ടർ ആകുമ്പോൾ. അതിൽ ഇവിടുന്ന് നോക്കാം. ഇവിടെ നമുക്ക് ഈ ട്രയാങ്കിളിൽ നിന്ന് നമുക്ക് എന്താ A/R എന്ന് പറഞ്ഞാൽ cos phi ആ. A/R. അപ്പോൾ R എന്ന് പറഞ്ഞാൽ A/cos phi വരും. R എന്ന് പറഞ്ഞാൽ A/cos phi. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ B.dl പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? BdL cos 180 - phi ആ. BdL cos 180 - phi എന്ന് പറഞ്ഞാൽ B, പിന്നെന്താ DL cos 180 - phi എന്താ? -cos phi. അപ്പോൾ B ഉണ്ട്, -dl cos phi ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, B.dl എന്ന് പറഞ്ഞാൽ B μ0I/2πr എന്നാണ് എഴുതണ്ടേ. R എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറഞ്ഞത്? ഇവിടെ നിന്ന് R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് A/cos phi വരും. A/cos phi. അപ്പോൾ ഇവിടെ നോക്കൂ, μ0I/2π. പിന്നെ ഇവിടെ R എഴുതണം പറഞ്ഞാൽ A/cos phi. അതിൽ A/cos phi എന്നുള്ളത് മേലെ പോകും. ഓക്കെ, പിന്നെന്താ വേണ്ടത്? ഇത് B ആയി. പിന്നെന്താ? DL - cos phi. ഓക്കെ, അപ്പോൾ DL ഉണ്ട് × -cos phi, അല്ലെങ്കിൽ നമുക്ക് -dl cos phi എന്ന് എഴുതാം ബ്രാക്കറ്റിൽ. ഓക്കെ, ഇനി ആ DL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇവിടെ ഉണ്ട്. DL എന്താ? A sec square phi d phi എന്നാണ്. ഓക്കെ, അപ്പോൾ ആ DL-ന് പകരം നോക്കൂ, ഇവിടെ ഓൾറെഡി cos phi × cos phi എന്താ? cos square phi ഉണ്ട്. അപ്പോൾ DL-ന് പകരം എന്താ എഴുതുക? A sec square phi d phi എന്നാണ്. അപ്പോൾ A sec square phi, ആ എയും ഈ എയും കൂടെ കട്ടാവും. sec square phi-യും cos square phi-യും കൂടെ കട്ടാവും. പിന്നെന്താ ഉണ്ടാവുക? -d phi എന്ന് മാത്രം വരും. DL-ന്റെ വാല്യൂ ഉണ്ടല്ലോ, അത് ഇവിടെ ഉണ്ട്, അതെടുത്തിട്ട് അവിടെ കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി എന്ത് വേണമെന്നറിയോ? ഈ പോയിന്റ് ആണ്, ഈ പോയിന്റ് ആണെന്നാണ് തുടങ്ങേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ആംഗിൾ ആണ് ഫൈയുടെ സ്റ്റാർട്ടിംഗ് വാല്യൂ. ആ ഫൈ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആണ് അതിൻ്റെ സ്റ്റാർട്ടിംഗ് വാല്യൂ. ഓക്കെ, ഇവിടെ എത്ര വരും എന്നറിയോ? നോക്കൂ, ഈ സൈഡ് എത്രയാ? ദാറ്റ് സൈഡ് ഈസ് √3. എത്ര വരും? ഇത് √3a ആണ്, ഇത് a ആണ്. അപ്പോൾ tan phi1 പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? √3 വരും. അതായത് phi1 പറഞ്ഞു കഴിഞ്ഞാൽ 60 ഡിഗ്രി അല്ലെങ്കിൽ π/3 വരും. ഓക്കെ, അതായത് നമുക്ക് ഇങ്ങോട്ട് വരേണ്ട ഈ ആംഗിൾ നോക്കൂ, ഇത് എത്രയാ? π/3 ആണ്. ഓക്കെ, ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്കുള്ളതോ A എന്നുള്ള പോയിന്റാണ്. അതായത് നമ്മൾ ഇത് ഇങ്ങനെ ഇങ്ങോട്ട് വരച്ചു കഴിഞ്ഞാൽ ഇത് A ആണ്, അതുപോലെ ഇതും A ആണ്. അപ്പോൾ ഈ ആംഗിൾ, ഫൈനൽ ആംഗിൾ എത്ര വരും? 45 ഡിഗ്രി, അതായത് π/4 വരും. π/4. നമ്മൾ അങ്ങോട്ടുള്ളത് നമ്മൾ പോസിറ്റീവ് എടുക്കുകയാണെങ്കിൽ ഇങ്ങോട്ടുള്ളത് നെഗറ്റീവ് എടുക്കണം. ഓക്കെ, അപ്പോൾ -60 ഡിഗ്രി പറഞ്ഞാൽ -π/3, 2 + 45 ഡിഗ്രി പറഞ്ഞാൽ π/4.
അതിൽ μ0I/2π ഉണ്ട്. പിന്നെ -d5യുടെ ഇൻ്റഗ്രൽ എത്രയാണ്? -5. ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ -π/4, പിന്നെ ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ -π/3. അപ്പോൾ എത്രയാ? +π/3. അപ്പോൾ -π/4 -π/3. ഓക്കെ, അപ്പോൾ -7π/12 എന്ന് വരും. ഓക്കെ, ഇൻറ്റു μ0I/2π. ഓക്കെ, പൈ കട്ടാവും, ബാക്കി എന്താ വരിക? -7 μ0I/24 വരും. ഓക്കെ, നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താ? മാഗ്നിറ്റ്യൂഡാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ നെഗറ്റീവ് നമ്മൾ എടുക്കേണ്ട, 7 μ0I/24 വരും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. 2 beads each with a charge small q and mass m are on a horizontal frictionless non-conducting circular hoop. ഹൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? റിങ്ങ. ഒരു ഹൊറിസോണ്ടൽ ടേബിളിൽ വെച്ചിരിക്കുക. അപ്പോൾ അത് കാരണം ഗ്രാവിറ്റിയുടെ ഇഫക്റ്റ് ഇല്ല. ഗ്രാവിറ്റി വിൽ ബി ബാലൻസ്ഡ് ബൈ ദ നോർമൽ റിയാക്ഷൻ. അപ്പോൾ ഗ്രാവിറ്റി നമ്മൾ നോക്കണ്ട. പിന്നെ one of the beads is glued to hoop at some point while the other one performs small oscillations about its equilibrium position along the hoop. അതിൽ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് പൊസിഷനിൽ മാത്രമേ ഇക്വിലിബ്രിയത്തിൽ നിൽക്കാൻ പറ്റൂ. അപ്പോൾ ഇവിടുന്ന് ഇപ്പം എന്താണെന്നറിയോ, ഇത് ഫിക്സ്ഡാണ്. ഇവിടെ മേലെയുള്ള ബീഡ് ഫിക്സ്ഡ് ആണ്, താഴെ ഉള്ളതിനെ ഒന്ന് അല്പം ഡിസ്പ്ലേസ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഓസിലേറ്റ് ചെയ്യും. അതാണ് സംഭവം. അപ്പോൾ ഇവർ തമ്മിലുള്ള ദൂരം എത്രയാണ്? 2r ആണ്, ട്വൈസ് ദ റേഡിയസ്. അപ്പോൾ നമ്മൾ അല്പം ഇങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ നോക്കൂ, ഈ റിപ്പൽഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്യാപിറ്റൽ F 1/4πε0 Q² ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് എത്രയാണ്? 2r ആണ്, 2r ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്ക് Q²/4πε0 2r ഹോൾ സ്ക്വയർ. എഫ് ഉണ്ടാവും, അതവിടെ നിൽക്കട്ടെ. എഫിന് നമുക്ക് 2 കമ്പോണൻ്റ് ആക്കാം. നോക്കൂ, ഇവിടെ F cos θ ഉണ്ടാവും. ദാറ്റ് വിൽ ബി ബാലൻസ്ഡ് ബൈ ദി റിയാക്ഷൻ എക്സേർട്ടഡ് ബൈ ദ ഹൂപ്പ്. ആ റിങ് കൊടുക്കുന്ന റിയാക്ഷൻ ബാലൻസ് ചെയ്യുമ്പോൾ F cos θ പറഞ്ഞാൽ ഇതാണ് കേട്ടോ. F cos θ will be balanced by the reaction exerted by the hoop. പിന്നെ ഇങ്ങോട്ടുള്ളത് F sin θ. That is the force which tends to bring the body towards the main position. അതാണ് ഇവിടുത്തെ റീസ്റ്റോറിംഗ് ഫോഴ്സ്. ഓക്കെ, F sin θ. അതിൽ ഈ θ ഈസ് വെരി സ്മോൾ. അപ്പോൾ sin θ ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ θ. θ എന്ന് പറഞ്ഞാൽ എന്താ? ആർക്ക് ഡിവൈഡഡ് ബൈ, നോക്കൂ ഇവിടെ ആർക്ക് എന്ന് പറഞ്ഞാൽ ഇത് x ആ വിചാരിച്ചോ. ഓക്കെ, പിന്നെ അത് റേഡിയസ് ഇങ്ങനെ വരിക. ഓക്കെ, അപ്പോൾ ഇതാണ്. അപ്പോൾ θ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമുക്ക് x/2r എന്ന് പറയാം. x/2r. ശരിക്ക് F sin θ ആണ്. തീറ്റയ്ക്ക് പകരം F sin θ, sin θയ്ക്ക് പകരം നമുക്ക് θ കൊടുക്കാം. അപ്പോൾ നോക്കൂ, Q²/4πε0 2r², ഇത് F ആണ്. പിന്നെ sin θ വരും. sin θയ്ക്ക് പകരം θ കൊടുക്കാം. θ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? x/2r. അതാണ് ഞാനിപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത്, x/2r. അപ്പോൾ ഇതാണ് ഫോഴ്സ്, റീസ്റ്റോറിംഗ് ഫോഴ്സ്. റീസ്റ്റോറിംഗ് ആയത് കാരണം ഞാൻ നെഗറ്റീവ് സൈൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ മാസ് വിൽ ഗിവ് യു ദ ആക്സലറേഷൻ. ആദ്യം നമുക്ക് ഇവിടെ 2r ഹോൾ സ്ക്വയർ പറഞ്ഞാൽ എത്ര വരും? 4r² വരും. ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 16 വരും. ഇൻറ്റു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32 വരും. മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത ആക്സലറേഷൻ. അപ്പോൾ A = F/m -Q² ഡിവൈഡ് ബൈ 32πε0. പിന്നെ ഇവിടെ ഒരു r² r ഉണ്ടല്ലോ, r³ വരും. ഓക്കെ, അപ്പോൾ ഈ ആക്സിലറേഷൻ = -ω²x. അതാണ് സ്റ്റാൻഡേർഡ് ഫോം. അപ്പോൾ ω² പകരം ഇവിടെ കിടക്കുന്നത് ഈ സാധനമാണ്. നമ്മളോട് അവർ ചോദിക്കുന്നത് സ്ക്വയർ ഓഫ് ദി ആംഗുലർ ഫ്രീക്വൻസിയാണ്. അതായത് ഇതാണ് Q²/32πε0 r³. Q²/32πε0 r³. പിന്നെന്താ? ഡിനോമിനേറ്ററിൽ m വേണം. അതിൽ ആക്ച്വലി ആ m നമ്മൾ എന്താ ഇവിടെ ഇടാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആ m ഇവിടെ കൊടുക്കാം. ഓക്കെ, mr³ എന്നാണ്, റൈറ്റ്? അപ്പോൾ നമ്മളിവിടെ mr³. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതാണ് നമ്മളുടെ ω² പകരം കിടക്കുന്നത്. ഓക്കെ, Q² ഡിവൈഡ് ബൈ 32πε0 mr³. അപ്പോൾ ഈ സാധനം വരും, റൈറ്റ്? ഇനി നമുക്ക് we have another wonderful question. A block of mass 5 kg moves along the x direction subject to the force F = -20x + 10 Newton with the value of x in meter at time t = 0 seconds. It is at rest at point x = 1 meter. The position and momentum of the block at t = π/4 second r. അതിൽ at t = 0 it is at rest at position x = 1 meter എന്നാണ്. നമുക്ക് നോക്കാം.
ഇവിടെ ഫോഴ്സ് -20x+10 ആണ്. അപ്പോൾ ആക്സിലറേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സിനെ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. മാസ് തന്നിട്ടുണ്ട് 5 കിലോ എന്ന്. അപ്പോൾ -4x+2 വരും. അപ്പോൾ ആക്സിലറേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ -4 × x - 0.5 എന്നാണ്. ഇതിപ്പോൾ ഏത് ഫോർമുല എന്നറിയോ? A = -ω² x എന്നാ. ഈ -ω², ഇപ്പം നമുക്ക് നോക്കൂ, A = -ω² x എന്ന് വന്നു കഴിഞ്ഞാൽ അത് സിമ്പിൾ ഹാർമോണിക് മോഷനാണ്. ഓസിലേഷൻ ഈസ് എബൌട്ട് x = 0. x = 0 ആണ് മീൻ പൊസിഷൻ. വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ ആണ് ഇത് ഓസിലേറ്റ് ചെയ്യുന്നതെന്ന് അർത്ഥം. ഇനി ഇവിടെ എന്താണെന്നറിയോ, ഇപ്പോൾ അതായത് ഇപ്പോൾ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യും, ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യും. ഇതാണ് x = 0, അതിന് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് നോക്കൂ, -ω² x -0.5 ആണെങ്കിൽ നോക്കൂ, x = 0.5, ഇതാണ് എന്താ മീൻ പൊസിഷൻ. അതിനപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടുമാണ് ഓസിലേറ്റ് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? ഇനിയിപ്പോൾ അവിടെ -0.5 പകരം +0.5 അതായത് -ω² x +0.5 ആണ് വിചാരിച്ചോ. അപ്പോൾ ഇവിടെ നമുക്ക് x = -0.5 നമ്മൾ കൊടുത്തു വിചാരിക്കാം, -0.5. അപ്പോൾ ആ പോയിന്റിന് ചുറ്റുമാണ് ഓസിലേറ്റ് ചെയ്യുക എന്നർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താ? നമുക്ക് കിട്ടിയിരിക്കുന്നത് -ω² പിന്നെന്താ x -0.5 എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇറ്റ് ഈസ് ഓസിലേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ദ പോയിന്റ് x = +0.5. x = +0.5ൻ്റെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടുമാണ് ഓസിലേറ്റ് ചെയ്യുന്നത്. അതായത് ഇത് വെറുതെ നിൽക്കുമ്പോൾ തന്നെ 0.5 എന്താ ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്, 0.5 ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്. ഓക്കെ, എപ്പോഴും ഒരു 0.5 ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്. അതിന് മേലോട്ടും താഴോട്ടുമാണ് ഓസിലേറ്റ് ചെയ്യുന്നത്. റൈറ്റ്? അപ്പോൾ നമുക്ക് നോക്കൂ, ഇത് ഇനി എന്താണോ ടൈം 0 ആകുമ്പോൾ ഇനീഷ്യലി ബോഡി റെസ്റ്റിലാവും. എവിടെ? എക്സ്ട്രീം പൊസിഷനിലാണ്. മീൻ പൊസിഷനിൽ മാക്സിമം സ്പീഡാണ്. അപ്പോൾ റെസ്റ്റിലാണ് പറഞ്ഞാൽ അപ്പോൾ ഇനീഷ്യലി എക്സ്ട്രീം പൊസിഷനിലാണ്. മനസ്സിലായില്ലേ? അത് തന്നിട്ടുണ്ട്, അത് x = 1. അപ്പോൾ x = 0.5 വെച്ചാണ് ഓസിലേറ്റ് ചെയ്യുന്നത്. ഇനീഷ്യലി റെസ്റ്റിലാണ് പറഞ്ഞാൽ എക്സ്ട്രീം പൊസിഷനിലാണ്, അത് 1 ആണ് എന്ന് പറഞ്ഞാൽ മീൻ പൊസിഷനിൽ നിന്ന് എക്സ്ട്രീമിലേക്കുള്ള ദൂരം എത്രയാണ്? 0.5 ന്ന് 1ലേക്കുള്ള ദൂരം. കാരണം എക്സ്ട്രീം 1 ആണ്, ഇക്വിലിബ്രിയം പൊസിഷൻ 0.5 ആണ്. അതെങ്ങനെ കിട്ടി? ഇവിടെ x - 0.5 കാണുമ്പോൾ മനസ്സിലാക്കണം, ഇറ്റ് ഈസ് ഓസിലേറ്റിംഗ് എബൌട്ട് x = 0.5. ഓക്കെ, അപ്പോൾ മീൻ പൊസിഷൻ 0.5, എക്സ്ട്രീം പൊസിഷൻ 1. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് 0.5 ആണ്. ഓക്കെ, നമ്മൾ ഒരു ഓസിലേഷനെ sin⁻t വെച്ചും റെപ്രസെൻ്റ് ചെയ്യും, cos⁻t വെച്ചും റെപ്രസെൻ്റ് ചെയ്യും. നമ്മളൊരു സിമ്പിൾ പെൻഡിൽ ഇങ്ങനെ ഹാങ് ചെയ്താൽ അതിന് 2 വിധത്തിൽ ഓസിലേറ്റ് ചെയ്യിക്കാം. ഒന്ന് മീൻ പൊസിഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണു, ഇറ്റ് ഈസ് ടു ബി റെപ്രസെൻറ്റഡ് ബൈ എ സൈൻ ഫംഗ്ഷൻ. രണ്ടാമത് നമ്മൾ എക്സ്ട്രീമിൽ നിന്ന് റിലീസ് ചെയ്യുക, എക്സ്ട്രീമിൽ നിന്ന് തുടങ്ങുക, ഇറ്റ് ഈസ് ടു ബി റെപ്രസെൻറ്റഡ് ബൈ എ കൊസൈൻ ഫംഗ്ഷൻ. ഇവിടെ എക്സ്ട്രീമിൽ നിന്നാണ് തുടങ്ങുന്നത്, ടൈം 0 ആകുമ്പോൾ എക്സ്ട്രീമിലാണ്. അപ്പോൾ ഇറ്റ് ഈസ് ടു ബി റെപ്രസെൻറ്റഡ് ബൈ എന്താ കൊസൈൻ ഫംഗ്ഷൻ. ആംപ്ലിറ്റ്യൂഡ് 0.5 ആണ്. ഒമേഗയോ ഇതാണ്, ω² പകരം കിടക്കുന്നത് 4 ആണ്. അപ്പോൾ ω2 ആണ്. അപ്പോൾ 0.5 cos 2t എന്ന് വരും. A cos ω t എന്നാ. വൈ എന്തുകൊണ്ടാണ് കോസ് ആവുന്നത്? ബിക്കോസ് ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം എക്സ്ട്രീം പൊസിഷൻ. ഓക്കെ, അപ്പോൾ നോക്കൂ, 0.5 cos 2t. പിന്നെ എപ്പോഴും ഒരു 0.5 ഡിസ്പ്ലേസ്മെൻറ്റ് ഓൾറെഡി ഉണ്ട്. മനസ്സിലായില്ല? അപ്പോൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം 0.5 + 0.5 cos 2t. ഇതാണ് ഇക്വേഷൻ ഓഫ് മോഷൻ. അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെലോസിറ്റി കിട്ടും. 0.5 ബീയിങ് എ കോൺസ്റ്റന്റ്, അതിൻ്റെ ഡിഫറൻഷ്യൽ 0 ആണ്. പിന്നെ cos 2tയുടെ ഡിഫറൻഷ്യൽ എന്താ? -2 sin 2t × 0.5 വരും. അപ്പോൾ -2 × 0.5 ദാറ്റ് ഈസ് -1. പിന്നെന്താ? sin 2t. അപ്പോൾ -sin 2t വരും. ഇതാണ് വെലോസിറ്റി. ഏത് സമയത്തെ വെലോസിറ്റി കാണുന്ന ആ സമയം ഇവിടെ കൊടുത്താൽ മതി. ഇവിടെ നമുക്ക് t = π/4 ഇല്ല. അപ്പോൾ 2 × π/4 പറഞ്ഞാൽ π/2. π/2 പറഞ്ഞാൽ sin 90 ആണ്. sin 90 എന്താ? 1 ആണ്. അപ്പോൾ v = -1 എന്ന് വരും. v = -1. ചോദ്യം എന്താണെന്നറിയോ? ദ പൊസിഷൻ ആൻഡ് മൊമെൻറ്റം ഓഫ് ദി പൊസിഷൻ കാണണം. പൊസിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? π/4. അത് നമുക്ക് ഇവിടെ കൊടുക്കാം. പിന്നെ നമുക്ക് cos 2 × π/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ cos π/2 വരും. cos π/2 പറഞ്ഞാൽ cos 90 0 ആണ് അല്ലേ? അപ്പോൾ x = 0.5 വരും. അപ്പോൾ ടൈം π/4 ആകുമ്പോൾ പൊസിഷൻ 0.5 ആണ്. വെലോസിറ്റി എന്താ? വെലോസിറ്റി -1 ആണ്. അപ്പോൾ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ മാസിൻ്റെ വെലോസിറ്റിയാണ്. 5 × -1 പറഞ്ഞാൽ -5. അപ്പോൾ x = 0.5 ആൻഡ് മൊമെൻറ്റം -5. അപ്പോൾ 0.5 മീറ്റർ ആൻഡ് -5 kg/m/s എന്ന് പറയാം. ഓക്കെ,
അടുത്തത് മൾട്ടിപ്പിൾ കറക്റ്റ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻ നമ്പർ 5 നോക്കാം. എ പാർട്ടിക്കിൾ ഓഫ് മാസ് m ഈസ് മൂവിങ് ഇൻ എ സർക്കുലർ ഓർബിറ്റ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ദി സെൻട്രൽ ഫോഴ്സ് F of r equal to minus kr. That negative sign shows that the force is attractive. അതാ അതിൽ ആ F of r ആണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. Okay, mv square by r equal to minus kr. That negative sign is only to show that it is attractive. Corresponding to the potential energy V of r equal to k r square by 2, where k is a positive force constant and r is the radial distance from the origin. According to Bohr's quantization rule, the angular momentum of the particle is given by L equal to n h bar. H bar എന്ന് പറഞ്ഞാൽ s by 2 pi കേട്ടോ. Where h bar equal to s by 2 pi, where h is Planck's constant and n is a positive integer. If V and capital E are the speed and total energy of the particle respectively, then which of the following expressions are correct? ഇവിടെ നമുക്ക് എന്ത് പറയാം, സി ഫോഴ്സ് കെ ആർ ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ. ഇവിടെ ഇപ്പം എന്താണെന്നറിയോ, ഞാൻ ആ എം വി സ്ക്വയർ പറഞ്ഞു കഴിഞ്ഞാൽ സി ദാറ്റ് കനോട്ട് ബി നെഗറ്റീവ്, മനസ്സിലാവുണ്ടോ? അപ്പോൾ അവിടെ കൈനറ്റിക് എനർജി കാണാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഞാൻ മൈനസ് ഞാൻ ഒഴിവാക്കിയിട്ടിരിക്കുന്നത്. ഈ ഫോഴ്സ് മൈനസ് കെ ആറിൽ കെ ആറിന് ഇട്ടിട്ടുള്ളൂ. That negative is only to show that the force is attractive. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ കെ ആർ ഈക്വൾ ടു എം വി സ്ക്വയർ ബൈ ആർ വരും, പിന്നെ ആംഗുലർ മൊമെൻറ്റം എം വി ആർ ഈക്വൾ ടു എൻ എച്ച് ബാർ വരും. ഓക്കെ, അപ്പോൾ അതിൽ കെ ആർ പിന്നെ എം ബൈ ആർ അതേപോലെ എഴുതി, പിന്നെ വി സ്ക്വയർ ആണ്. ഇവിടുന്ന് വി സ്ക്വയർ നമുക്ക് വി എന്താ വരിക, എൻ എച്ച് ബാർ ബൈ എം ആർ. അപ്പോൾ വി സ്ക്വയർ എന്താ എൻ സ്ക്വയർ എച്ച് ബാർ സ്ക്വയർ ബൈ എം സ്ക്വയർ ആർ സ്ക്വയർ. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ ആർ സ്ക്വയർ ഉണ്ട്, ആറുണ്ട്, ആർ ക്യൂബായി, അത് ഇങ്ങോട്ട് വരുമ്പോൾ ആർ റൈസ് ടു 4 ആവും. ആ കെ വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാം. കെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്താ വരിക, ഇവിടെ എൻ സ്ക്വയർ ഉണ്ട്, എച്ച് സ്ക്വയർ ഉണ്ട്, പിന്നെ എമ്മും എം സ്ക്വയറും കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടിയിൽ ഒരു എം മാത്രം വരും, പിന്നെ ഒരു കെയും വരും. ഓക്കെ, ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ആർ റൈസ് ടു 4 വരും, അത് റൂട്ട് എടുത്തു കഴിഞ്ഞാൽ ആർ സ്ക്വയർ. റൈറ്റ് സൈഡിൽ എൻ സ്ക്വയർ എച്ച് ബാർ സ്ക്വയറിൻ്റെ റൂട്ട് എൻ എച്ച് ബാർ, പിന്നെ 1/mkയുടെ റൂട്ട് ഓഫ് 1/mk. ഓക്കെ, അതായത് ഈ സാധനം ഇത് കറക്റ്റാണ് എന്നർത്ഥം. ഓക്കെ, ഇനി ബി നോക്കാം. ഇവിടെ ബി എന്താ, ഇവിടുന്ന് നമുക്ക് വി സ്ക്വയർ ഈക്വൽ ടു കെ ആർ സ്ക്വയർ ബൈ എം, അതായത് കെ ബൈ എം ആർ സ്ക്വയർ വരും. ഓക്കെ, അപ്പോൾ അതിൽ കെ ബൈ എം എഴുതി, ആർ സ്ക്വയർ നമുക്ക് ഇവിടെ ഉണ്ട് എൻ എച്ച് ബാർ, പിന്നെ അത് റൂട്ട് ഓഫ് 1/km. അതിൽ നമുക്ക് ഈ എം റൂട്ടിനകത്തോട്ട് എടുക്കുമ്പോൾ എന്താ എം സ്ക്വയർ, ഓൾറെഡി ഇവിടെ എം ഉണ്ട്, അപ്പോൾ എം ക്യൂബ് എന്ന് വരും. കെ റൂട്ടിനകത്തോട്ട് എടുക്കുമ്പോൾ കെ സ്ക്വയർ ബൈ കെ എന്ന് പറഞ്ഞാൽ കെ വരും മേലെ. അപ്പോൾ റൂട്ട് ഓഫ് കെ ബൈ എം ക്യൂബ്, അപ്പോൾ എൻ എച്ച് ബാർ റൂട്ട് ഓഫ് കെ ബൈ എം ക്യൂബ്. അപ്പോൾ എൻ എച്ച് ബാർ റൂട്ട് ഓഫ് കെ ബൈ എം ക്യൂബ് കറക്റ്റാ. ഓക്കെ, ഇനി എന്താ ഇത് എൽ ബൈ എം ആർ സ്ക്വയർ, എൽ എന്ന് പറഞ്ഞാൽ ആംഗുലർ മൊമെൻറ്റം ആണ് കേട്ടോ, ഈക്വൽ ടു റൂട്ട് ഓഫ് കെ ബൈ എം. അതിൽ ഈ എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ, എൽ പറഞ്ഞ ആംഗുലർ മൊമെൻറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഇൻറ്റു ആംഗുലർ വെലോസിറ്റി. അപ്പോൾ ഈ ആംഗുലർ മൊമെൻറ്റം ഡിവൈഡഡ് ബൈ എം ആർ സ്ക്വയർ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ, അപ്പോൾ അത് ആംഗുലർ വെലോസിറ്റിയാ. ആംഗുലർ വെലോസിറ്റി ഒമേഗ പറഞ്ഞാൽ വി ബൈ ആർ. അപ്പോൾ എൽ ബൈ എം ആർ സ്ക്വയർ പറഞ്ഞാൽ വി ബൈ ആർ ആണ്. ഓക്കെ, വി ബൈ ആർ, വി ബൈ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കൂ, ഇവിടെ നമുക്ക് വി സ്ക്വയർ ബൈ ആർ സ്ക്വയർ കെ ബൈ എം എന്ന് വരും. അപ്പോൾ വി ബൈ ആർ എന്താ, റൂട്ട് ഓഫ് കെ ബൈ എം വരും. ഓക്കെ, റൂട്ട് ഓഫ് കെ ബൈ എം. അപ്പോൾ ഈ സാധനം അതും കറക്റ്റാണ്. റൈറ്റ്, പിന്നെ നമുക്ക് നോക്കാം, ഇവിടെ നോക്കൂ, എം വി സ്ക്വയർ എന്താ വരിക, ഇവിടുന്ന് എം വി സ്ക്വയർ ഈക്വൾ ടു കെ ആർ സ്ക്വയർ. കൈനറ്റിക് എനർജി എം വി സ്ക്വയർ ബൈ 2 അത് കെ ആർ സ്ക്വയർ ബൈ 2. കൈനറ്റിക് എനർജി എം വി സ്ക്വയർ ബൈ 2 അത് കെ ആർ സ്ക്വയർ ബൈ 2 എന്ന് വരും. നോക്കൂ, പിന്നെ ഇവിടെ പൊട്ടൻഷ്യൽ എനർജി എന്താ, കെ ആർ സ്ക്വയർ ബൈ 2. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു കൈനറ്റിക് എനർജിയാണ്. ടോട്ടൽ എനർജി പറഞ്ഞു കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. ആ പൊട്ടൻഷ്യൽ എനർജിക്ക് പകരം നമുക്ക് കൈനറ്റിക് എനർജി കൊടുക്കാൻ, കാരണം രണ്ടും ഈക്വലാ. അപ്പോൾ കൈനറ്റിക് എനർജി പ്ലസ് കൈനറ്റിക് എനർജി, ഹാഫ് എം വി സ്ക്വയർ പ്ലസ് ഹാഫ് എം വി സ്ക്വയർ, അതായത് എം വി സ്ക്വയർ എന്ന് വരും. ഓക്കെ, അപ്പോൾ എനർജി ഈക്വൽ ടു എം വി സ്ക്വയർ ആണ്. ഓക്കെ, എം വി സ്ക്വയർ. അപ്പോൾ നമുക്ക് എം വി സ്ക്വയർ പറഞ്ഞു കഴിഞ്ഞാൽ ദാ ഇവിടുന്ന് കിട്ടും. എം വി സ്ക്വയർ പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, എൻ എച്ച് ബാർ, ഈ കെ അകത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ നോക്കൂ, ഇവിടെ കെ സ്ക്വയർ ബൈ കെ, അപ്പോൾ എൻ എച്ച് ബാർ റൂട്ട് കെ ബൈ എം വരും. ഓക്കെ, ടോട്ടൽ എനർജി എൻ എച്ച് ബാർ റൂട്ട് കെ ബൈ എം. പക്ഷേ ഇവിടെ എൻ എച്ച് ബാർ ബൈ 2 ആണ്. സോ ദാറ്റ് ഈസ് നോട്ട് കറക്റ്റ്. ഓക്കെ, അപ്പോൾ ഈ 3 ഓപ്ഷൻസ് മാത്രമേ കറക്റ്റ് ആയിട്ടുള്ളൂ. നെക്സ്റ്റ് നോക്കാം നമുക്ക്. 2 യൂണിഫോം സ്ട്രിങ്സ് ഓഫ് മാസ് പെർ യൂണിറ്റ് ലെങ്ത് mu and 4 mu and length L and 2L respectively are joined at point capital O and tied at two fixed ends P and Q as shown in the figure.
the strings are under a uniform tension capital T if we define the frequency nu 0 as 1 by 12 root of T by mu, which of the following statements are correct? അതിൽ നമുക്ക് നോക്കാം, ഈ ഫസ്റ്റ് സ്ട്രിങ്ങിലെ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് ടി ബൈ മ്യൂ ആ. സെക്കൻഡ് സ്ട്രിങ്ങിലെ ടെൻഷൻ അത് തന്നെയാണ്, പക്ഷേ ലീനിയർ മാസ് ഡെൻസിറ്റി 4 times ആണ്. അപ്പോൾ സ്പീഡ് ഡിഫറെൻ്റ് ആവും, റൂട്ട് ഓഫ് ടി ബൈ 4 മ്യൂ. അതായത് ഇവിടെയുള്ള സ്പീഡിൻ്റെ പകുതി ഇവിടെ സ്പീഡ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ആ രണ്ട് സ്ട്രിങ്ങും രണ്ട് ഡിഫറെൻറ്റ് മീഡിയമാണ്. ഒരു സ്ട്രിങ്ങിൽ നിന്ന് അടുത്ത സ്ട്രിങ്ങിലേക്ക് വേവ് എൻ്റർ ചെയ്യുമ്പോൾ സ്പീഡ് മാറുന്നുണ്ട്. അപ്പോൾ വെൻ വേവ് എൻറ്റേഴ്സ് ഫ്രം വൺ മീഡിയം ടു അനദർ അറ്റ് ദ സർഫസ് ഓഫ് സെപ്പറേഷൻ വേവ് ലെങ്ത് മാറും, സ്പീഡ് മാറും. പക്ഷെ മാറാത്തൊരു സാധനമുണ്ട്, അതെന്താ? അത് ഫ്രീക്വൻസിയാണ്. അപ്പോൾ ഫ്രീക്വൻസി ത്രൂ ഔട്ട് സെയിം ആവും. ഓക്കെ, നമുക്ക് ഇനി വേവ് ലെങ്ത്ത് നമുക്ക് എന്താ പറയാം, ഫ്രീക്വൻസി സെയിം ആയത് കാരണം വേവ് ലെങ്ത്ത് ഫസ്റ്റ് സ്ട്രിങ്ങിൽ സെക്കൻഡ് സ്ട്രിങ്ങിൽ λ1 ബൈ λ2 പറഞ്ഞാൽ v1 ബൈ v2, v പറഞ്ഞാൽ റൂട്ട് ഓഫ് ടി ബൈ മ്യൂ ആ. അതായത് സ്പീഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് ഓഫ് ദി ലീനിയർ മാസ് ഡെൻസിറ്റി പറയാം. അപ്പോൾ v1 ബൈ v2 പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് μ2 ബൈ μ1 വരും. ഓക്കെ, μ2 ബൈ μ1 അതായത് 4 മ്യൂ ബൈ മ്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 വരും. ഓക്കെ, ഇനി നമുക്ക് രണ്ടിലും ഒരേ ഫ്രീക്വൻസിയാണ് ഉണ്ടാവേണ്ടത്. ഫസ്റ്റ് സ്ട്രിങ് ഈസ് വൈബ്രേറ്റിംഗ് ഇൻ ഇറ്റ്സ് mth മോഡ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് L ഈക്വൽ ടു m λ1 ബൈ 2 വരും. ആൻഡ് സെക്കൻഡ് സ്ട്രിങ് ഈസ് വൈബ്രേറ്റിംഗ് ഇൻ ഇറ്റ്സ് nth മോഡ്. അപ്പോൾ 2L ഈക്വൽ ടു, ഇതിൻ്റെ ലെങ്ത് 2L ഈക്വൽ ടു n λ2 ബൈ 2 വരും. ഓക്കെ, നമുക്ക് ഇവിടുന്ന് ഈ 2 അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ 2L വരും ഈക്വൽ ടു m λ1. 2L അതായത് ഈ 2Lന് പകരം m λ1 എന്ന് കൊടുക്കാം. അതാണ് ഇപ്പോൾ ഞാൻ ഈ കൊടുത്തിരിക്കുന്നത്, m λ1 ഈക്വൽ ടു n λ2 ബൈ 2. അപ്പോൾ m ബൈ n ഈക്വൽ ടു നമുക്ക് എന്താ 1 ബൈ 2 ഇൻറ്റു λ2 ബൈ λ1. λ2 ബൈ λ1 അവിടെ എന്താ പറയുക, λ1 ബൈ λ2 2 ആണ്. അപ്പോൾ λ2 ബൈ λ1 പറഞ്ഞാൽ 1 ബൈ 2 ഇൻറ്റു 1 ബൈ 2 1 ബൈ 4 വരും. അതായത് if this is in the first mode, this will be in the fourth mode. മനസ്സിലായില്ല? ആ റേഷ്യോ 1:4 ആവണം. അപ്പോൾ നമുക്ക് ഇനി പറഞ്ഞ വിത്ത് എ നോഡ് അറ്റ് O ദ മിനിമം ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ ഓഫ് ദി കോമ്പസിറ്റ് സ്ട്രിങ്. അതായത് നമ്മൾ m:n, അതായത് ഇതിൻ്റെ മോഡ് ഓഫ് വൈബ്രേഷനും ഇതിൻ്റെ മോഡ് ഓഫ് വൈബ്രേഷനും തമ്മിലുള്ള റേഷ്യോ 1:4 ആവണം എന്നാ. അപ്പോൾ നമുക്ക് ലീസ്റ്റ് പോസിബിൾ എന്താ, m ഈക്വൽ ടു 1 ആൻഡ് n ഈക്വൽ ടു 4. അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ L ഈക്വൽ ടു λ1 ബൈ 2 വരും, അല്ലെങ്കിൽ λ1 ഈക്വൽ ടു 2L വരും. ഓക്കെ, അപ്പോൾ ഫ്രീക്വൻസി ന്യൂ ഈക്വൽ ടു വി ബൈ നമുക്ക് എന്താ പറയാം വി ബൈ ലാംഡ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ പറയുക വി ബൈ ലാംഡ പറഞ്ഞു കഴിഞ്ഞാൽ λ1 എത്രയാ, λ1 ദാറ്റ് ഈസ് 2L, പിന്നെ വി എന്താ റൂട്ട് ഓഫ് ടി ബൈ മ്യൂ. അതാണ് അവർ ന്യൂ 0 എന്ന് തന്നിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ പറഞ്ഞു എന്താ വിത്ത് ഇൻ ഓർഡർ ടു മിനിമം ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ ഓഫ് ദ കോമ്പസിറ്റ് സ്ട്രിങ് ഈസ് ന്യൂ 0 പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റാണ്. ഓക്കെ, സോ ദിസ് ഈസ് ട്രൂ, റൈറ്റ്. ഇനി അടുത്തത് നോക്കൂ, സെക്കൻഡ് ഓപ്ഷൻ നോക്കുക. വിത്ത് ആൻ ആൻറ്റി നോഡ് അറ്റ് O ദ മിനിമം ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ ഓഫ് ദി കോമ്പസിറ്റ് സ്ട്രിങ് ഈസ് 2 ന്യൂ 0. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ പറയുക, ഇവിടെ ആൻറ്റി നോഡ് ഉണ്ടാവുകയാണെങ്കിൽ എന്താ 2m+1 λ1 ബൈ 4 ഈക്വൽ ടു അതിൻ്റെ ലെങ്ത് ആവണം L. ഓക്കെ, അപ്പോൾ ഇത് nth മോഡിലാണെങ്കിൽ 2n+1 λ2 ബൈ 4 ഈക്വൽ ടു എന്താവണം 2L ആവണം. അപ്പോൾ 2n+1 λ2 ബൈ 4 ഈക്വൽ ടു അതെ 2n+1 λ2 ബൈ 4 അതാണ് 2L. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2m+1 λ1 ബൈ 4. ഓക്കെ, ഇത് mth മോഡിലാണ്, ഇത് nth മോഡിലാണ്. ഇത് mth മോഡിലാവുമ്പോൾ ആ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2m+1 λ1 ബൈ 4. ഇത് nth മോഡിലാവുമ്പോൾ ഇതിൻ്റെ ലെങ്ത് 2L പറഞ്ഞു കഴിഞ്ഞാൽ 2n+1 λ2 ബൈ 4. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റിൻ്റെ ലെങ്ത്തിൻ്റെ ഡബിളാണ് സെക്കൻഡിൻ്റെ ലെങ്ത്ത്. അപ്പോൾ സെക്കൻഡിൻ്റെ ലെങ്ത്ത് ഞാൻ ഇവിടെ എഴുതി, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഫസ്റ്റിൻ്റെ ലെങ്ത്ത്. അപ്പോൾ ഇവിടുന്ന് 2m+1 ബൈ 2n+1 ഈക്വൽ ടു 1/4 എന്ന് കിട്ടി. മേലെ ഒരു ഓഡ് നമ്പറാണ്, താഴെയും ഒരു ഓഡ് നമ്പറാണ്. രണ്ട് ഓഡ് നമ്പറിൻ്റെ റേഷ്യോ നോക്കൂ, ഇതാ 1/4 വരില്ല. അതായത് മേലത്തെ നമ്പറിൻ്റെ 4 ടൈംസ് ആണ് താഴത്തേന്ന് വരില്ല. ഓക്കെ, രണ്ട് ഓഡ് നമ്പർ ആകുമ്പോൾ അങ്ങനെ വരില്ലല്ലോ, റൈറ്റ്. അപ്പോൾ എന്താ ഈ O എന്നുള്ള പോയിന്റിൽ ആൻറ്റി നോഡായിട്ടുള്ള ഒരു വൈബ്രേഷനും പോസിബിൾ അല്ല എന്ന്. വിത്ത് ആൻ ആൻറ്റി നോഡ് അറ്റ് O അത് ശരിയാവില്ല. നോ വൈബ്രേഷണൽ മോഡ് വിത്ത് ആൻറ്റി നോഡ് അറ്റ് O ഈസ് പോസിബിൾ ഫോർ ദ കോമ്പസിറ്റ് സ്ട്രിങ്.
അത് എന്താ ദിസ് ഈസ് ട്രൂ, അത് കറക്റ്റാണ്. പിന്നെ അടുത്തത് when the composite string vibrates with the minimum frequency with a node at O, it has 6 nodes including the n nodes. അതാണ് C. ഓക്കെ, എന്താ 6 നോഡ്സ്. അപ്പോൾ ഈ ഫണ്ടമെൻ്റൽ മോഡിൽ അല്ലെങ്കിൽ മിനിമം ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ഫസ്റ്റ് സ്ട്രിങ് ഈസ് ഇൻ ഇറ്റ്സ് ഫസ്റ്റ് മോഡ് ആൻഡ് സെക്കൻഡ് സ്ട്രിങ് ഈസ് ഇൻ ഇറ്റ്സ് ഫോർത്ത് മോഡ്. ഒരു മോഡ് എന്ന് പറഞ്ഞാൽ ഒരു ലൂപ്പ് ഉണ്ടാവുന്ന. അപ്പോൾ ഫസ്റ്റ് സ്ട്രിങ്ങിൽ ഒരു ലൂപ്പ് ഇതുപോലെ ഉണ്ടാവും, സെക്കൻഡ് സ്ട്രിങ്ങിൽ 4 ലൂപ്പ് ഉണ്ടാവും. അപ്പോൾ ആ നോഡ്സ് ഞാൻ നമ്പർ ചെയ്തിട്ടുണ്ട്. 1 2 3 4 5 6 6 നോഡ് ഉണ്ടാവും. 2 അറ്റത്തെ നോഡ്സ് കൂടെ കൗണ്ട് ചെയ്തിട്ടെന്ന് അതാ അവർ പറഞ്ഞത്. when the composite string vibrates at minimum frequency with node at O, it has 6 nodes including the n nodes. ഓക്കെ, അപ്പോൾ എന്താ എ കറക്റ്റാണ്, സി കറക്റ്റാണ്. നോ വൈബ്രേഷണൽ മോഡ് വിത്ത് an anti node at O is possible for the composite string. That is also true. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A glass beaker has a solid plano-convex base of refractive index 1.6. As shown in the figure, the radius of curvature of the convex surface is 9 cm, while the planar surface STU acts as a mirror. This beaker is filled with a liquid of refractive index n up to the level QPR. Okay, if the image of the object O at a height of h is formed onto itself. ഒബ്ജക്റ്റ് ഇമേജ് ഇവിടെ കോയിൻസൈഡ് ചെയ്യണം. ഓക്കെ, ദെൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓപ്ഷൻസ് ആർ കറക്റ്റ്. അവിടെ അപ്പോൾ ആ ഒബ്ജക്റ്റ് വെച്ച ഡിസ്റ്റൻസ് എച്ച് ആണ് ഓരോ ഓപ്ഷനിലും ഉള്ളത്. ഓക്കെ, അപ്പോൾ ആ എച്ച് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് അർത്ഥം. ഇവിടെ ഈ നോക്കൂ, ഗ്ലാസിൻ്റെ എന്താ ഒരു പ്ലെയിനോ കോൺവെക്സ് ലെൻസ് ഉണ്ട്. പിന്നെ ലിക്വിഡ് നമ്മൾ അവിടെ ദേ മേലെ ഒഴിച്ചത് കാരണം ആ ലിക്വിഡിൻ്റെ ഭാഗം ഒരു പ്ലെയിനോ കോൺകേവ് ലെൻസ് ആയിട്ട് ആക്ട് ചെയ്യും. So it's a combination of plano concave lens and a plano convex lens. പിന്നെ എന്താ പറയുക, ബോട്ടം സർഫസ് സിൽവേർഡ് ആണ്, ഓർ ഇറ്റ് വിൽ ആക്ട് ആസ് എ പ്ലെയിൻ മിറർ. അതിൽ നമുക്ക് ആ പ്ലെയിനോ കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് f1 എന്ന് വിചാരിച്ചോ. അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് r/μ-1. മ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഗിവൺ ആസ് 1.6. പ്ലെയിനോ കോൺകേവ് ആണെങ്കിൽ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, ഇത് നെഗറ്റീവ് ആവും, അതായത് -r/n-1. ഓക്കെ, ഇനി നമ്മൾ അത് രണ്ടും കൂടെ ചേർന്നിട്ട് ആ പ്ലെയിനോ കോൺകേവും പ്ലെയിനോ കോൺവെക്സും കൂടെ ചേർന്നിട്ടുള്ള ലെൻസിൻ്റെ ഇഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് നമുക്കെന്ത് പറയാം, 1/f = 1/f1 + 1/f2. ഓക്കെ, ഇഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ സിംഗിൾ ലെൻസ്. ആ പ്ലെയിനോ കോൺകേവും പ്ലെയിനോ കോൺവെക്സും കൂടെ ചേർന്ന് ഒരൊറ്റ ലെൻസായിട്ട് വിചാരിക്കാം. അതിൻ്റെ ഫോക്കൽ ലെങ്ത് f. അതിൻ്റെ ബോട്ടമാണ് സിൽവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഇറ്റ് വിൽ ബി എ കോമ്പിനേഷൻ ഓഫ് എ മിറർ ആൻഡ് എ ലെൻസ്. അങ്ങനെ നമ്മളൊരു ലെൻസിൻ്റെ ഒരു സൈഡ് നമ്മൾ സിൽവർ ചെയ്ത് കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിൻ്റെ ഇഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല 1/F = 2/FL. FL എന്ന് പറഞ്ഞാൽ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെൻസ് പ്ലസ് 1/FM എന്നാണ് ഫോക്കൽ ലെങ്ത് ഓഫ് ദ മിറർ. ഇതാ ഇവിടെ 2/F. ആ നോക്കൂ, കോമ്പിനേഷൻ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് 2/F + 1/FM. അതിൽ ആ മിറർ പ്ലെയിൻ മിറർ ആയത് കാരണം നമ്മൾ സാധാരണ സ്ഫെറിക്കൽ മിറേഴ്സിൻ്റെ ഫോക്കൽ ലെങ്ത് പറഞ്ഞാൽ r/2 ആണ്, വേർ r ഈസ് ദ റേഡിയസ് ഓഫ് കർവേച്ചർ. ഇവിടെ പ്ലെയിൻ മിറർ ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ സ്ഫെറിക്കൽ മിറർ ഓഫ് ഇൻഫിനിറ്റ് റേഡിയസ്. അപ്പോൾ അതിൻ്റെ ഫോക്കൽ ലെങ്ത് ഇൻഫിനിറ്റ് ആവും. അപ്പോൾ ആ 1/FM എന്നുള്ളത് എന്താവും, 1/FM എന്നുള്ളത് 0 ആവും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ആ പ്ലെയിനോ കോൺകേവും പ്ലെയിനോ കോൺവെക്സും പിന്നെ താഴെയുള്ള മിററൂടെ ചേർന്നിട്ടുള്ള ആ സിസ്റ്റത്തിൻ്റെ പവറാണ്. പവർ ഈസ് 1/F = 2/F പകരം എന്ത് പറയാം, 2 × 1/F1 + 1/F2. അതിൽ f1 ഇതാണ്, f2 ഇതാണ്. അപ്പോൾ 1/F1 പറഞ്ഞാൽ μ-1/r, 1/F2 പറഞ്ഞു കഴിഞ്ഞാൽ n-1/r, നെഗറ്റീവാണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് ഇങ്ങനെ വരും, 2 × μ-n/r എന്ന് വരും. ഓക്കെ, അതിൽ നോക്കൂ, അവർ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിലൊക്കെ എന്താ μ 1.6 ആണ്. നമ്മളുടെ നോക്കൂ, ഇത് ഇവിടെ നോക്കുക, എന്താ μ-n ആണ്, μ-n. അതിൽ ആ μ 1.6 ആണ്. തന്ന ഓപ്ഷനിൽ ഇവിടെ 1.42, 1.35, 1.48, 1.45 എല്ലായിടത്തും ആ n എന്നുള്ളത് മ്യൂവിനേക്കാൾ ചെറുതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് നോക്കൂ, 1/F = നോക്കൂ, μ-n പോസിറ്റീവാണ്, r പോസിറ്റീവാണ്. അതായത് 1/F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിൻ്റെ പവർ പോസിറ്റീവാണ്. സോ ഇറ്റ് വിൽ ബി എ കൺവേർജൻ സിസ്റ്റം. പവർ പോസിറ്റീവാണ് പറഞ്ഞാൽ അതാ 1/F എന്ന് പറഞ്ഞാൽ പവറാണ്. ഓക്കെ, റാദർ ദാൻ ദ റെസിപ്രോക്കൽ ഓഫ് ദി ഫോക്കൽ ലെങ്ത്.
നമ്മൾ അതിനെ ഫോക്കൽ ലെങ്ത്തിൻ്റെ റെസിപ്രോക്കൽ അല്ല, അവിടുന്ന് ഫോക്കൽ ലെങ്ത് അല്ല നമുക്ക് കിട്ടുക പവറാണ്. സോ ഇറ്റ്സ് എ കൺവേർജൻ സിസ്റ്റം. മാത്രമല്ല ഇവിടെ ഇപ്പം എന്താണെന്നോ, ലൈറ്റ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ഇവിടുന്ന് റിഫ്ലക്ട് ചെയ്ത് അങ്ങോട്ട് പോവുക ചെയ്യുക. സോ ഇറ്റ് വിൽ ആക്ട് ആസ് എ മിറർ വിത്ത് പോസിറ്റീവ് പവർ ഓർ എ കൺവേർജൻ മിറർ എന്ന, ഓർ ഇറ്റ് വിൽ ആക്ട് ആസ് എ കോൺകേവ് മിറർ. അപ്പോൾ ഇത് എന്താ, സി ആസ് എ ഹോൾ ഇറ്റ് ആക്ട്സ് ആസ് എ കോൺകേവ് മിറർ. അവിടെ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഇമേജും ഒബ്ജക്റ്റും കോയിൻസൈഡ് ചെയ്യണമെങ്കിൽ ഒബ്ജക്റ്റ് എവിടെ വെക്കണം? സെൻറ്റർ ഓഫ് കർവേച്ചറിൽ, അതായത് 2F വെക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റും ഇമേജും കോയിൻസൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ റിസൾട്ടിങ് മിററിൻ്റെ 2F ആണ് എന്നർത്ഥം. അപ്പോൾ ഇവിടെ നോക്കൂ, നമുക്ക് ഇവിടുന്ന് സി 1/f = 2 × μ - n / r. അപ്പോൾ അവിടുന്ന് 2F = r/μ - n വരും. 2F = r/μ - n. ഇനി r 9 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്, μ 1.6 എന്നും തന്നിട്ടുണ്ട്, n ആണ്. ഇവിടെ ഫസ്റ്റ് കേസ് നിങ്ങൾ നോക്കൂ, n = 1.42. അപ്പോൾ 1.6 - 1.42 പറഞ്ഞു കഴിഞ്ഞാൽ 0.18 വരും. r എന്ന് പറഞ്ഞാൽ 9, അപ്പോൾ 9/0.18. അപ്പോൾ 900/18 എന്ന് വരും. 900/18 എത്രയാണ്? 50 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത് എന്താ, ഈ ഫസ്റ്റ് ഓപ്ഷൻ ഇത് കറക്റ്റാണ് എന്ന് പറയാം, റൈറ്റ്? ഇനി സെക്കൻഡ് ഓപ്ഷൻ നോക്കുക, n = 1.35. അപ്പോൾ 1.6 - 1.35 പറഞ്ഞു കഴിഞ്ഞാൽ 0.25 വരും. അപ്പോൾ 9/0.25. മേലെയും താഴെയും നിങ്ങൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തോളൂ. അപ്പോൾ 36/1 വരും. ഓക്കെ, അതായത് 36 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ ഇതും കറക്റ്റാണ്, റൈറ്റ്? അടുത്തതിൽ ഈ 1.45 h = 65. അപ്പോൾ 1.6 - 1.45 പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി 0.15. അപ്പോൾ 9/0.15. അത് ചെയ്ത് കഴിഞ്ഞാൽ 60 ആണ് കിട്ടുക, പക്ഷേ അവർ തന്നിരിക്കുന്നത് 65 തെറ്റാ. ഇനി അടുത്തത് n = 1.48. 1.6 - 1.48 പറഞ്ഞാൽ 0.12 ആണ്. അപ്പോൾ 900/12 വരും. അത് ചെയ്ത് കഴിഞ്ഞാൽ 75 വരും. അവർ തന്നിരിക്കുന്നത് 85 എന്നാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഓൾസോ റോങ്. അപ്പോൾ 2 ഓപ്ഷൻ മാത്രമേ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഇതേ ക്വസ്റ്റ്യൻ തന്നെ മറ്റൊരു വിധത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ നമ്മൾ ഈ പ്ലെയിനോ കോൺകേവ്, അത് കഴിഞ്ഞ് പ്ലെയിനോ കോൺവെക്സ്, അത് കഴിഞ്ഞ് മിററാണ്. മിററിന് റിഫ്ലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക? പിന്നെ നോക്കൂ, പ്ലെയിനോ കോൺവെക്സ്, പ്ലെയിനോ കോൺകേവ്, അതിലൂടെ പിന്നെ വീണ്ടും പോകും. വീണ്ടും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ h ഡിസ്റ്റൻസ് അകലെ ഇമേജ് ഉണ്ടാവുന്ന. ഓക്കെ, അപ്പോൾ ആ പ്ലെയിനോ കോൺവെക്സും പ്ലെയിനോ കോൺകേവും നേരെ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ട്രാവേഴ്സ് ചെയ്യുന്ന, അങ്ങോട്ട് റിഫ്ലക്ഷന് ശേഷം കടന്നു പോകുന്ന പ്ലെയിനോ കോൺവെക്സിനെയും പ്ലെയിനോ കോൺകേവിനെയും മേലേക്ക് ആക്കുന്നതിന് പകരം താഴേക്ക് ആക്കി വിചാരിക്കുക. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് h ഫോം ചെയ്യുന്നതിന് പകരം ഇങ്ങോട്ട് h ഫോം ചെയ്യും. ഓക്കെ, റിഫ്ലക്ഷന് ശേഷം വീണ്ടും പ്ലെയിനോ കോൺവെക്സും പ്ലെയിനോ കോൺകേവിലൂടെ കടന്നു പോവുക ചെയ്യുക. അത് അങ്ങോട്ടാണ് പോകുക. അതിന് പകരം ഞാൻ അത് ഇങ്ങോട്ട് ഫ്ലിപ്പ് ചെയ്തു വിചാരിക്കുക. അപ്പോൾ അങ്ങോട്ട് പോകുന്നതിന് പകരം ഇങ്ങോട്ട് വരും. അവിടെ h ഡിസ്റ്റൻസിൽ ഇമേജ് ഫോം ചെയ്യുന്നതിന് പകരം താഴെ h ഡിസ്റ്റൻസിൽ ഇമേജ് ഫോം ചെയ്യും. അപ്പം എന്താ അവസ്ഥ എന്നറിയോ? നോക്കൂ, ഈ പ്ലെയിനോ കോൺവെക്സും താഴെ ഉള്ള അതിൻ്റെ ഇമേജൂടെ ചേർന്നൊരു ഇക്വി കോൺവെക്സ് ആയി. മേലുള്ള പ്ലെയിനോ കോൺകേവും താഴെ അതിൻ്റെ ഇമേജൂടെ ചേർന്നിട്ട് ഒരു ഇക്വി കോൺകേവ് ആയി. അപ്പോൾ അതൊരു കോമ്പിനേഷനാണ്. അവിടെ നോക്കൂ, h ഡിസ്റ്റൻസ് അപ്പുറത്ത് ഒബ്ജക്റ്റ് വെച്ചപ്പോൾ h ഡിസ്റ്റൻസ് ഇപ്പുറത്ത് ഇമേജ് ഉണ്ടായി. ഈ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും ഇമേജ് ഡിസ്റ്റൻസും ഒരു ലെൻസിൽ ഈക്വൽ ആവുന്നത് എപ്പോഴാണെന്നറിയോ? വെൻ ഒബ്ജക്റ്റ് ഈസ് കെപ്റ്റ് അറ്റ് എ ഡിസ്റ്റൻസ് 2f. ഇമേജ് വിൽ ബി ഫോംഡ് അറ്റ് എ ഡിസ്റ്റൻസ് 2f ഓൺ ദ അതർ സൈഡ് എന്നാണ്. മറ്റേ സൈഡിൽ 2f ഉണ്ടാവും. അതായത് ഈ h എന്ന് പറയുന്നത് അപ്പം 2f ആണ് എന്നർത്ഥം. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് ഒരു ഇക്വി കോൺവെക്സ്. ഇക്വി കോൺവെക്സ് പറഞ്ഞാൽ 2 സ്ഫെറിക്കൽ സർഫസസിൻ്റെയും റേഡിയസ് ഓഫ് കർവേച്ചർ ഈക്വൽ ആകുമ്പോഴാണ് ഇക്വി കോൺവെക്സ് എന്ന് പറയുക. അത് കോൺകേവിൽ 2 സ്ഫെറിക്കൽ സർഫസിൻ്റെയും റേഡിയസ് ഈക്വൽ ആകുമ്പോൾ ഇക്വി കോൺകേവ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, നമുക്ക് ഇക്വി കോൺവെക്സിൻ്റെ നോക്കൂ, പ്ലെയിനോ കോൺവെക്സിൻ്റെ r/μ - 1 ഇവിടെ അതല്ല, r/2 × μ - 1 ഇക്വി കോൺവെക്സിൻ്റെ. ഇക്വി കോൺകേവ് ആകുമ്പോൾ അത് നെഗറ്റീവ് ആവും. ഓക്കെ, r/2 × n - 1 ആ ലിക്വിഡിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n. അപ്പോൾ ആ മിററിൻ്റെ ഇഫക്റ്റ് ആണ് നമ്മൾ താഴേക്ക് ഫ്ലിപ്പ് ചെയ്തെടുത്തത്, പിന്നെ മിററില്ല. ഓക്കെ, അപ്പോൾ നമുക്കെന്ത് പറയാം? ഇവിടെ ഇഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് 1/f = 1/f1 + 1/f2. ഓക്കെ, അപ്പോൾ 2 × μ - 1/r, പിന്നെ എന്താ 2 × n - 1/r. അതിൽ 2/r കോമൺ ഫാക്ടറാണ്, അത് നമ്മൾ പുറത്തെടുത്തു. ബാക്കി എന്താ വരിക? μ - n വരും. അപ്പോൾ അവിടെ നോക്കൂ, അപ്പോൾ ഈ ഒബ്ജക്റ്റ് വെക്കേണ്ടത് 2f-ലാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നോക്കൂ, 1/f = ഇങ്ങനെ കിട്ടി. അപ്പോൾ 2f എന്താ വരിക? r/μ - n. ഓക്കെ, പിന്നെ നമ്മളെന്താ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒബ്ജക്റ്റ് 2f വെച്ചാൽ ഇമേജ് വിൽ ബി ഫോംഡ് അറ്റ് 2f ഓൺ ദ അതർ സൈഡ് എന്നാ. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം.
അപ്പോഴും പിന്നെന്താ ബാക്കി നമ്മൾ ഈ വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ കിട്ടിയ പോലെ തന്നെ ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റ് ആവും, അതുപോലെ സെക്കൻഡ് ഓപ്ഷൻ കറക്റ്റ് ആവും. ഓക്കെ, തേർഡും ഫോർത്തും കറക്റ്റ് അല്ല. റൈറ്റ്, നെക്സ്റ്റ് നമുക്ക് നോക്കാം. ദ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ്. ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും and is given by the formula C equal to KT, where K is a constant of suitable dimensions in SI units and capital T is the absolute temperature. Parna temperature in Kelvin. If the heat required to raise the temperature of 1 kilogram of the substance from minus 73 degrees Celsius to 27 degrees Celsius is NK, the value of N is. അതിൽ നമ്മൾ സീസ് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി 1 കിലോയുടെ ടെമ്പറേച്ചർ 1 ഡിഗ്രി കൂട്ടാൻ വേണ്ടതാണ്. അപ്പോൾ സാധാരണ നമ്മൾ ഹീറ്റ് അബ്സോർബ്ഡ് ബൈ എ സിസ്റ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ MC ഡെൽറ്റ ടി പറയാം. പക്ഷേ ഇവിടെ മാസ് എത്രയാണ്? 1 കിലോഗ്രാം ആണ്. സി ഈസ് ഗിവൺ ആസ് KT, പിന്നെ DT കൊടുത്തു. മൈനസ് 73 ഡിഗ്രി സെൽഷ്യസിനെ കെൽവിൻ ആക്കാൻ 273 ആഡ് ചെയ്യണം. മൈനസ് 73 പ്ലസ് 273 പറഞ്ഞാൽ 200. പിന്നെ 27 ആണ് ഫൈനൽ ടെമ്പറേച്ചർ, അതിനെ കെൽവിൻ ആക്കാൻ 273 ആഡ് ചെയ്താൽ 300. അപ്പോൾ ടു ബി ഇവാലുവേറ്റഡ് ഫ്രം 200 to 300. അതിൽ K കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ ടിയുടെ ഇൻ്റഗ്രൽ T²/2 വരും. ആ /2 ഞാൻ പുറത്തേക്ക് എടുത്തു. അപ്പോൾ K/2 × T². ആദ്യം Tക്ക് പകരം അപ്പർ ലിമിറ്റ് കൊടുക്കുക 300², പിന്നെ ലോവർ ലിമിറ്റ് കൊടുക്കുക 200². അത് രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്യുക. അതിൽ ആ 100² കോമൺ ആണ്, അത് പുറത്തെടുത്ത് കഴിഞ്ഞാൽ 10⁴ വരും. പിന്നെ ഇവിടെ 3² 9 ആണ്, 2² 4 ആണ്. 9 - 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര വരും? 5. 5 × 10⁴ പറഞ്ഞാൽ 50,000 / 2 പറഞ്ഞാൽ 25,000. അപ്പോൾ 25,000 K എന്ന് വരും. അപ്പോൾ ഇവിടെ ആൻസർ നമ്മളുടെ അടുത്ത് ആ ഇൻറ്റീജറാണ് ചോദിച്ചിരിക്കുന്നത്, ദാറ്റ് ഈസ് 25,000. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്താ വിശേഷം എന്നുള്ളത് നോക്കാം. ഇവിടെ എ ഡിസ്ക് ഓഫ് മാസ് ക്യാപിറ്റൽ M ആൻഡ് റേഡിയസ് ക്യാപിറ്റൽ R ഈസ് ഫ്രീ ടു റൊട്ടേറ്റ് അബൌട്ട് ഇറ്റ്സ് വെർട്ടിക്കൽ ആക്സിസ് ആസ് ഷോൺ in figure. Okay, a battery operated motor of negligible mass is fixed to this disk at a point on its circumference. Another disk of the same mass capital M and radius R/2 is fixed to the motor's thin shaft. Initially both the disks are at rest. അപ്പോൾ ഇനീഷ്യലി എന്താ സിസ്റ്റം മൊത്തത്തിൽ റെസ്റ്റിലാണ്, ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം 0 ആണ്. ഇനി എന്താണോ നമ്മൾ നോക്കൂ, ഈ വലിയ ഡിസ്കിൻ്റെ എഡ്ജിൽ ഒരു ചെറിയ മോട്ടറുണ്ട് ഓഫ് നെഗ്ലിജിബിൾ മാസ്. ആ മോട്ടറിൻ്റെ ഷാഫ്റ്റിലാണ് ഈ ചെറിയ ഡിസ്ക് ഇരിക്കുന്നത്. അപ്പോൾ 2 ഡിസ്ക് കൂടെ നമ്മളൊരു സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ആ സിസ്റ്റത്തിനകത്താണ് ഈ മോട്ടർ ഇരിക്കുന്നത്. അപ്പോൾ അത് കൊടുക്കുന്ന എന്ത് ടോർക്കാണെങ്കിലും അത് ഇൻറ്റേർണൽ ടോർക്കാണ്. ഇറ്റ് കനോട്ട് പ്രൊഡ്യൂസ് എ ചേഞ്ച് ഇൻ ആംഗുലർ മൊമെൻറ്റം. തുടക്കത്തിൽ 0 ആണെങ്കിൽ ത്രൂ ഔട്ട് 0 ആവുന്നർത്ഥം. ഓക്കെ, the motor is switched on so that the smaller disk rotates at a uniform angular speed omega. If the angular speed at which the large disk rotates is omega by n, then the value of n is. അത് നമുക്ക് നോക്കാം. അതിൽ ഈ ചെറിയ ഡിസ്ക് ഉണ്ടല്ലോ, അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കിൻ്റെ ജനറലി mr²/2 എന്നാണ്. ഇതിൻ്റെ റേഡിയസ് പക്ഷേ എന്താ? r/2 ആണ്. അപ്പോൾ m r/2² അപ്പോൾ ഇതാണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. m r²/2. അതിൽ r എന്ന് പറഞ്ഞാൽ ഇവിടെ r/2 ആണ്, അത് നമ്മൾ കൊടുത്തു. mr²/2 ഇൻറ്റു ഒമേഗ. ഓക്കെ, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഇൻറ്റു ഒമേഗ ആംഗുലർ മൊമെൻറ്റം ഏതിൻ്റെ? ചെറിയ ഡിസ്കിൻ്റെ. ഇനി നിങ്ങൾ അവിടെ ഒന്ന് നോക്കുക കേട്ടോ, ഈ ചെറിയ ഡിസ്കും വലിയ ഡിസ്കും തമ്മിലൊരു പിടുത്തമുണ്ട്, ഗ്രിപ്പുണ്ട്, ഡ്യൂ ടു ഫ്രിക്ഷൻ. മനസ്സിലല്ലേ? അപ്പോൾ ഈ ചെറിയ ഡിസ്ക് ഞാൻ കാണിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ചെറിയ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ചെറിയ ഡിസ്കും താഴെയുള്ള വലിയ ഡിസ്കിനും ഇടയ്ക്ക് ഫ്രിക്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ നോക്കുക, ഈ ചെറിയ ഡിസ്ക് ദേ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ചെറിയ ഡിസ്കും വലിയ ഡിസ്കും തമ്മിലുള്ള ആ കോണ്ടാക്റ്റ് ഉണ്ടല്ലോ, അവിടെ നിങ്ങളൊന്ന് നോക്കിക്കേ. ചെറിയ ഡിസ്ക് ഇങ്ങനെ അങ്ങോട്ടാണ് പോകുന്നത്, ഇതാ ഇങ്ങനെ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ആ ചെറിയ ഡിസ്കിൽ വലിയ ഡിസ്ക് കൊടുക്കുന്ന ഫ്രിക്ഷൻ ഇങ്ങോട്ടാവും. ഓക്കെ, ഫ്രിക്ഷൻ ഇങ്ങോട്ടാവും. അപ്പോൾ ഈ ചെറിയ ഡിസ്ക് തിരിച്ച് വലിയ ഡിസ്കിൽ കൊടുക്കുന്ന റിയാക്ഷൻ അങ്ങോട്ടാവും. ഓക്കെ, അപ്പോൾ ദേ അങ്ങോട്ടാണെങ്കിൽ ദേ ഇങ്ങനെ കറങ്ങും. നോക്കൂ, ദേ ഇങ്ങനെ. ദേ അങ്ങോട്ട് പുഷ് ചെയ്യുകയാണെങ്കിൽ ഇതാ ഈ ഇവിടെ അങ്ങോട്ട് പുഷ് ചെയ്യുകയാണെങ്കിൽ ഇത് എങ്ങനെ കറങ്ങും. അതാണ് ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് ഇങ്ങനെ. ഓക്കെ, ചെറിയ ഡിസ്ക് നോക്കുക, ചെറിയ ഡിസ്ക് കറങ്ങുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ ആംഗുലർ മൊമെൻറ്റം മേലോട്ടാണ്. വലിയ ഡിസ്ക് കറങ്ങുന്ന നോക്കുക, വലിയ ഡിസ്ക് ഇങ്ങനെയാണ് കറങ്ങുന്നത്, അതിൻ്റെ ആംഗുലർ മൊമെൻറ്റം താഴേക്കാണ്. ഓക്കെ, അതിൽ ഈ വലിയ ഡിസ്ക് ഇങ്ങനെ കറങ്ങുന്നുണ്ടല്ലോ, അതിൻ്റെ ആംഗുലർ മൊമെൻറ്റം താഴേക്കാണ്. ആ റൊട്ടേറ്റ് ചെയ്യുന്ന ആംഗുലർ വെലോസിറ്റി ω' വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഈ ചെറിയ ഡിസ്കിൻ്റെ സെൻറ്റർ ഓഫ് മാസ് അതെവിടെയാ? വലിയ ഡിസ്കിൻ്റെ എഡ്ജിലാണ്.
അപ്പോൾ ആ ചെറിയ ഡിസ്കിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഈസ് മൂവിങ്, ദാ ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നുണ്ട് വിത്ത് ആൻ ആംഗുലർ വെലോസിറ്റി ഒമേഗ ഡാഷ് ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് ആർ. അല്ലേ, ഇതാ ആർ റേഡിയസ് ഉള്ള സർക്കിളിലാണ് ആ ചെറിയ ഡിസ്കിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഇങ്ങനെ റിവോൾവ് ചെയ്യണത്. അപ്പോൾ ആ സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി ഒമേഗ ഡാഷ് ആർ. അപ്പോൾ ആ സെൻറ്റർ ഓഫ് മാസിൻ്റെ ലീനിയർ മൊമെൻറ്റം എം ഒമേഗ ഡാഷ് ആർ, എം ഒമേഗ ഡാഷ് ആർ. ആംഗുലർ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ ലീനിയർ മൊമെൻറ്റം ഇൻറ്റു റേഡിയസ്. അപ്പോൾ എം ഒമേഗ ഡാഷ് ആർ ഇൻറ്റു ആർ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, എം ഒമേഗ ഡാഷ് ആർ ഇൻറ്റു ആർ. ദാറ്റ് ഈസ് ദ ആംഗുലർ മൊമെൻറ്റം ഓഫ് ദി സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദി സ്മോളർ ഡിസ്ക്. ഓക്കെ, ഡ്യൂ ടു ഇറ്റ്സ് റെവല്യൂഷൻ. ഇനി ആ വലിയ ഡിസ്ക് ഉണ്ടല്ലോ, വലിയ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അതായത് ഇങ്ങനെ. അപ്പോൾ അതിൻ്റെ ആംഗുലർ മൊമെൻറ്റം താഴേക്കാണ്, നെഗറ്റീവാണ്. ഓക്കെ, അതെന്താ, മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എം ആർ സ്ക്വയർ ബൈ 2 ഇൻറ്റു ഒമേഗ ഡാഷ്, എം ആർ സ്ക്വയർ ബൈ 2 ഇൻറ്റു ഒമേഗ ഡാഷ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം ഇനീഷ്യലി ഇത് റെസ്റ്റിലായത് കാരണം ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം 0 ആണ്. അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാലും ആംഗുലർ മൊമെൻറ്റം 0 ആവണം, ബിക്കോസ് റൊട്ടേഷൻ ഈസ് ഓൺലി ഡ്യൂ ടു ഇൻറ്റേർണൽ ടോർക്ക്. ഓക്കെ, അപ്പോൾ ആംഗുലർ മൊമെൻറ്റം മാറില്ല. അപ്പോൾ ഇവിടെ നമുക്ക് എം ഒമേഗ ഡാഷ് ആർ സ്ക്വയർ, ഇവിടെ ഒന്നുണ്ട്, ഇവിടെ ഒരു അരയുണ്ട്, 1 അര 1.5, അതായത് 3/2 മൈനസ് ആണ്, അത് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ പ്ലസ് ആവും. അപ്പോൾ 3/2 എം ആർ സ്ക്വയർ ഒമേഗ ഡാഷ്, 3/2 എം ആർ സ്ക്വയർ ഒമേഗ ഡാഷ് ഈക്വൽ ടു, ഇവിടെ എന്താ r/2 ഹോൾ സ്ക്വയർ എത്രയാണ്, r²/4ഉം പിന്നെ അടിയിലൊരു 2 ഉണ്ട്, r²/8. അപ്പോൾ എം r²/8 ഒമേഗ. അപ്പോൾ അവിടുന്ന് ഒമേഗ ഡാഷ് നമുക്ക് എന്താ വരിക, ദാറ്റ് ഈസ് ഒമേഗ ഡിവൈഡഡ് ബൈ 12 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യം എന്താണെന്ന് അറിയോ, ഒമേഗ ബൈ എൻ ആണ്. അപ്പോൾ ഈ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് 12 കിട്ടും, റൈറ്റ്, 12. നെക്സ്റ്റ്, എ പോയിന്റ് സോഴ്സ് S emits unpolarized light uniformly in all directions at 2 points A and B. The ratio R equal to IA by IB of the intensities of light is 2. IA by IB 2 ആണ്. If a set of two Polaroids having 45-degree angle between their pass axis is placed just before the point B, ബിയിൽ മാത്രമേ വെക്കുന്നുള്ളൂ, എ മാറുന്നില്ല, എയുടെ ഇൻറ്റൻസിറ്റി മാറുന്നില്ല, then the new value of R will be എത്രയാണെന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഈ ഇൻറ്റൻസിറ്റി ഡ്യൂ ടു എ മാറുന്നില്ല, ബി മാത്രമേ മാറുന്നുള്ളൂ. അപ്പോൾ ഇവിടെ വരുന്നത് ഐ വിത്ത് സഫിക്സ് ബി ആണ്. ഒരു പോളറോയിഡിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, അൺപോളറൈസ്ഡ് ലൈറ്റ് ഈസ് പാസ്ഡ് ത്രൂ എ പോളറോയിഡ്. ഐഡിയൽ പോളറൈസ്ഡ് ആണെങ്കിൽ ഇവിടെ ജസ്റ്റ് പകുതിയാവുന്നു, IB/2. ഓക്കെ, അത് ഇനി അടുത്തത് എന്താണെന്നറിയോ, അടുത്ത് ഇത് പാസ് ചെയ്യുന്നത് എന്താവും, ദാറ്റ് വിൽ ബി IB/2 cos square 45. രണ്ട് ആക്സസ് തമ്മിലുള്ള ആംഗിൾ 45. ഇതിന് നമ്മൾ മാലൂസ് ലോ എന്നാണ് പറയുക. ഓക്കെ, ഇവിടെ വരുന്ന ഇൻറ്റൻസിറ്റി I1 ആണ്, ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന I2 ആണെങ്കിൽ I2 ഈക്വൽ ടു I1 cos square 45 എന്നാണ്. ഓക്കെ, ഇവിടെ I1 എന്താ, I1 എന്ന് പറഞ്ഞാൽ IB/2 ആണ്, cos square 45, cos 45 1/√2 ആണ്, cos square 45 1/2 വരും. ഓക്കെ, അപ്പോൾ 1/2ഉം പിന്നെന്താ ഇൻറ്റു IB/2 പറഞ്ഞാൽ IB/4 വരും. അപ്പോൾ I' B ഈക്വൽ ടു IB/4 കിട്ടി. പുതിയ റേഷ്യോ R' എന്ന് പറഞ്ഞാൽ IA മാറിയിട്ടില്ല, ഡിവൈഡഡ് ബൈ I' B എന്നാ. ഈ I' Bക്ക് പകരം IB/4 കൊടുക്കുക. അപ്പോൾ ഈ 4 മേലെ വരും, IA/IB എന്ന് വരും. ഈ IA/IB നേരത്തെ അവർ തന്നിട്ടുണ്ട്, അത് 2 ആണ്. അപ്പോൾ 4 × 2 എത്രയും 8 വരും. ഓക്കെ, അതാണ് സി ദ ആൻസർ 8. ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നേരിട്ട് നമുക്ക് എന്താ ഫോർമുല അപ്ലൈ ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. A source capital S of sound has frequency 240 Hz. When the observer O and the source move towards each other at a speed V with respect to the ground, സോഴ്സിൻ്റെയും ഒബ്സർവറുടെയും സ്പീഡ് എന്താ സെയിം ആണ്, ഈച്ച് ഈക്വൽ ടു V ആണ്. ഓക്കെ, ആൻഡ് ദേ അപ്രോച്ച് ഈച്ച് അതർ ഇൻ കേസ് 1. The observer measures the frequency of the sound to be 288 Hz. However, when the observer and the source move away from each other at the same speed V with respect to the ground as shown in case 2, the observer measures the frequency of sound to be n Hz. എന്നാ കണ്ടുപിടിക്കണ്ടേ? ഓക്കെ, നമുക്ക് നോക്കാം. സി, ഇതാണ് അപ്പാരൻറ്റ് ഫ്രീക്വൻസി ന്യൂ ഡാഷ്. ന്യൂ പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ ഫ്രീക്വൻസി. VO പറഞ്ഞാൽ സ്പീഡ് ഓഫ് ദി ഒബ്സർവർ ആൻഡ് VS പറഞ്ഞാൽ സ്പീഡ് ഓഫ് ദ സോഴ്സ്. സി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്പീഡ് ഓഫ് സൗണ്ട് ആണ്. അതിൽ ഇത് ജനറൽ ഫോർമുലയാണ്. ദിസ് ഈസ് വാലിഡ് ഇൻ എനി കണ്ടീഷൻ, ഏത് കണ്ടീഷനിലും ഇത് കറക്റ്റാണ്. പക്ഷെ ഇവിടെ ഒരു സൈൻ കൺവെൻഷൻ ഉണ്ട്, നമ്മൾ ഒപ്റ്റിക്സിലൊക്കെ യൂസ് ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. അതായത് ഒപ്റ്റിക്സിൽ നമ്മൾ ലൈറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡിറക്ഷനാണ് പോസിറ്റീവായിട്ട് എടുക്കുക. അതുപോലെ ഇവിടെ സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡിറക്ഷൻ ഈസ് ടു ബി ടേക്കൺ ആസ് പോസിറ്റീവ്.
സൗണ്ട് എങ്ങോട്ടാ പ്രൊപ്പഗേറ്റ് ചെയ്യുക? സോഴ്സിൽ നിന്ന് ഒബ്സർവറിലേക്ക്. അപ്പോൾ ആ ഡിറക്ഷനിലുള്ള എല്ലാ വെലോസിറ്റീസും പോസിറ്റീവ്, ഓപ്പോസിറ്റ് ഡിറക്ഷനിലൊക്കെ നെഗറ്റീവ്. അപ്പോൾ ഫസ്റ്റ് കേസ് എടുത്ത് നോക്കാം. ഫസ്റ്റ് കേസിൽ നോക്കൂ, സോഴ്സ് ഇവിടെയുണ്ട്, ഒബ്സർവർ എവിടെയുണ്ട്. അപ്പോൾ ഈ സൗണ്ട് എങ്ങോട്ടാ പ്രൊപ്പഗേറ്റ് ചെയ്യുക? സോഴ്സ് ടു ഒബ്സർവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങനെയാണ് സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുക. അപ്പോൾ നോക്കൂ, സോഴ്സിൻ്റെ വെലോസിറ്റി പോസിറ്റീവാണ്, ഒബ്സർവറുടെ നെഗറ്റീവാണ്. ഓക്കെ, സോഴ്സിൻ്റെ പോസിറ്റീവാണ്, ഒബ്സർവറുടെ നെഗറ്റീവാണ്. നമുക്ക് നോക്കാം. അപ്പോൾ ഒബ്സർവറുടെ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താ, വി ഒ എന്നുള്ളിടത്ത് മൈനസ് വി വരും. സി മൈനസ് വി എന്താവും? സി പ്ലസ് വി ആവും. സോഴ്സിൻ്റെ പോസിറ്റീവാണ്, അപ്പോൾ സി മൈനസ് വി വരും. ഓക്കെ, ഇൻറ്റു ന്യൂ, കുഴപ്പമില്ല. അപ്പോൾ സി പ്ലസ് വി ഡിവൈഡ് ബൈ സി മൈനസ് വി ഈക്വൽ ടു നമുക്ക് എന്താ വരിക? ന്യൂ 1 ഡിവൈഡഡ് ബൈ ന്യൂ എന്ന് വരും. ന്യൂ 1 ബൈ ന്യൂ പറഞ്ഞു കഴിഞ്ഞാൽ 288 ഡിവൈഡ് ബൈ 240 എന്ന് വരും. 48 കൊണ്ട് നമുക്ക് ഇതിന് മേലെയും താഴെയും ഡിവൈഡ് ചെയ്യാൻ പറ്റും. 240 48 5 തവണയും 288 48 6 തവണയും പോകും. ഓക്കെ, ഇനി നിങ്ങൾ സെക്കൻഡ് കേസ് എടുക്കുക. സെക്കൻഡ് കേസിൽ എന്താണോ, എഗെയിൻ എന്താ, സൗണ്ട് എങ്ങോട്ടാ? ഫ്രം ദ സോഴ്സ് ടു ദി ഒബ്സർവർ. അപ്പോൾ ഈ ഡിറക്ഷനിലൊക്കെ പോസിറ്റീവ്. അത് നോക്കൂ, ഒബ്സർവറുടെ പോസിറ്റീവ്, സോഴ്സിൻ്റെ എന്താ നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഒബ്സർവറുടേത് എന്താ പോസിറ്റീവ്, സോഴ്സിൻ്റെ നെഗറ്റീവ്, അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് എന്താ, ഒബ്സർവറുടേത് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അപ്പോൾ സി മൈനസ് വി വരും. സോഴ്സിൻ്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ സി മൈനസ് വി പറഞ്ഞാൽ സി പ്ലസ് വി വരും. അപ്പോൾ നോക്കൂ, സി മൈനസ് വി ഡിവൈഡ് ബൈ സി പ്ലസ് വി ഇൻറ്റു ന്യൂ. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നോക്കൂ, ഇവിടെ ന്യൂ 1ൻ്റെ എക്സ്പ്രഷൻ ഉണ്ട്, ഇവിടെ ന്യൂ 2ൻ്റെ എക്സ്പ്രഷൻ ഉണ്ട്. അപ്പം ന്യൂ 2 ബൈ ന്യൂ 1 കാണുക. ന്യൂ 2 ബൈ ന്യൂ 1 എന്ന് പറഞ്ഞാൽ ന്യൂ കട്ടാവും. ഓക്കെ, അപ്പം ന്യൂ 2 ബൈ ന്യൂ 1 പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ വരിക? ന്യൂ 2 ഡിവൈഡഡ് ബൈ ന്യൂ 1 പറഞ്ഞു കഴിഞ്ഞാൽ സി മൈനസ് വി ഡിവൈഡ് ബൈ സി പ്ലസ് വി ഹോൾ സ്ക്വയർ വരും. ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, അതിൽ നമുക്കിത് അതെ സി പ്ലസ് വി ബൈ സി മൈനസ് വി എന്താ 6/5. പക്ഷെ നമുക്കിവിടെ വേണ്ടത് അതിൻ്റെ റെസിപ്രോക്കല, സി മൈനസ് വി ബൈ സി പ്ലസ് വി ആണ്. അപ്പോൾ 5/6 വരും. അതിൻ്റെ സ്ക്വയർ വേണം, 25/36. അപ്പം ന്യൂ 2 പറഞ്ഞാൽ 25/36 ഇൻറ്റു ന്യൂ 1, 25/36 ഇൻറ്റു 288. മനസ്സിലാവുന്നുണ്ടോ? അതിൽ ഈ 288/36 എന്ന് പറഞ്ഞാൽ 8, അതായത് 36 ഇൻറ്റു 8 288. അപ്പോൾ ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 8 ഇൻറ്റു 25 എത്രയാ? 200 എന്ന് കിട്ടും. ഓക്കെ, അതാണ് ദേ ആൻസർ 200. ഇത് നമ്മൾ ഇപ്പോഴെന്താണെന്നോ, ഇപ്പം ഈ സാധാരണ എഞ്ചിനീയറിംഗ് കഴിയുന്ന കുട്ടികൾക്ക് ഇതൊന്നും ചെയ്യാനില്ല, വലിയ ഫിസിക്സും ഇല്ല, വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു എന്താ, നമ്മൾ ആക്ച്വലി മാത്സിൽ നിങ്ങൾ റേറ്റ് ഓഫ് ചേഞ്ച് അല്ലെങ്കിൽ ഇൻ്റഗ്രേഷൻ്റെ ആപ്ലിക്കേഷൻസ് ഓഫ് ഇൻ്റഗ്രേഷനിലൊക്കെ പഠിക്കുന്ന ഒരു ചെറിയ കാര്യം. അപ്പോൾ അതിൽ നമുക്ക് നോക്കാം. 2 large identical water tanks 1 and 2 kept on the top of a building of height capital H are filled with water up to a height small h in each tank. Both the tanks contain an identical hole of small radius on their sides close to their bottom. A pipe of the same internal radius as the hole is connected to tank 2 and the pipe ends at the ground level. When water flows from the tanks 1 and 2 through the holes, the times taken to empty the tanks are T1 and T2 respectively. If capital H equal to 16/9 times small h, then the ratio T1 by T2 is. അപ്പോൾ ഫസ്റ്റ് ടാങ്കിൻ്റെ താഴെ ഒരു ഹോൾ ഉണ്ട്. ആ ഹോളിൻ്റെ ഏരിയ സ്മോൾ എ വിചാരിച്ചോളൂ. ഓക്കെ, ഈ ടാങ്കിൻ്റെ നോക്കൂ ഏരിയ ക്യാപിറ്റൽ എ ആണ്. എച്ച് ഹൈറ്റിലേക്കാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. ഇനീഷ്യലി എച്ച് ഹൈറ്റ് ഉണ്ട്, പക്ഷേ ഈ എന്താ ഹോളിലൂടെ ഇങ്ങനെ ലീക്ക് ചെയ്യുമ്പോൾ ഈ വാട്ടർ കോളത്തിൻ്റെ ഹൈറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുമല്ലോ. ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിൽ ആ വാട്ടർ കോളത്തിൻ്റെ ഹൈറ്റ് വൈ ആണെന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കൂ, ഇവിടെ പുറത്തേക്ക് വരുന്ന ലിക്വിഡ് പുറത്തേക്ക് വരുന്ന സ്പീഡിന് സ്പീഡ് ഓഫ് റിഫ്ലക്സ് എന്നാണ് പറയുക, നിങ്ങൾക്കറിയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു √2GY എന്നാണ്. √2GY മനസ്സിലായില്ലേ? ഇനി നോക്കൂ, ഇവിടുന്ന് എത്രയാണോ പുറത്തേക്ക് വരുന്നത്, മനസ്സിലായില്ലേ? 1 ലിറ്റർ ഇവിടെ പുറത്തേക്ക് 1 സെക്കൻഡിൽ പോയി കഴിഞ്ഞാൽ ആ 1 സെക്കൻഡിൽ 1 ലിറ്റർ ഇവിടെ കുറയല്ലോ. അതായത് ഇവിടുന്നുള്ള പുറത്തേക്കുള്ള റേറ്റ് ഓഫ് ഫ്ലോയും ഇവിടെ ഇങ്ങനെ താഴുന്ന റേറ്റ് ഓഫ് ഫ്ലോയും സെയിം ആവും. റേറ്റ് ഓഫ് ഫ്ലോ പറഞ്ഞാൽ ഏരിയ ഇൻറ്റു വെലോസിറ്റിയാണ്. മനസ്സിലാവുന്നുണ്ടോ? അതിൽ ഇവിടെ പുറത്തേക്ക് പോകുന്ന A ഇൻറ്റു വി പറഞ്ഞു കഴിഞ്ഞാൽ √2GY. അതുപോലെ ഇവിടെ വരുന്ന എന്താ, ക്യാപിറ്റൽ എ ഇൻറ്റു അവിടെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ദ റേറ്റ് അറ്റ് വിച്ച് ദ ഹൈറ്റ് ഓഫ് ദ ലിക്വിഡ് കോളം ചേഞ്ചസ്. അതായത് ലിക്വിഡ് കോളത്തിൻ്റെ ഹൈറ്റ് വൈ ആണ്, അത് കുറയുക ചെയ്യുക. കുറയുന്ന റേറ്റ് എത്രയാണ്? dy/dt. അത് കുറയുന്നത് കൊണ്ട് നമുക്ക് -dy/dt പറയാം. അപ്പോൾ ഇവിടുത്തെ ഏരിയ ഇൻറ്റു വെലോസിറ്റി പറഞ്ഞാൽ ക്യാപിറ്റൽ എ ഇൻറ്റു -dy/dt. ഇവിടുത്തെ ഏരിയ വെലോസിറ്റി പറഞ്ഞാൽ ഏരിയ
ഇൻറ്റു വെലോസിറ്റി പറഞ്ഞാൽ എ ഇൻറ്റു റൂട്ട് ഓഫ് 2GY അല്ലേ? ഇവിടെ എത്ര പുറത്തേക്ക് പോകുന്നു അത്ര ഇവിടെ കുറയണം ആണല്ലോ. അതാണ് പി എഴുതിയിരിക്കുന്നത്. ക്യാപിറ്റൽ എ ഇൻറ്റു മൈനസ് dy/dt ഈക്വൽ ടു എ ഇൻറ്റു റൂട്ട് ഓഫ് 2GY. ഓക്കെ, അപ്പോൾ അവിടുന്ന് നമുക്ക് എന്താ പറയുക, ടൈം പുറത്തേക്ക് കംപ്ലീറ്റ് ടാങ്ക് എം ടി ആവാൻ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് കോളത്തിൻ്റെ ഹൈറ്റ് തുടക്കത്തിൽ സ്മോൾ h ആണ്, അവസാനം 0 ആവണം. അതിന് എത്ര സമയം എടുക്കുന്നു? ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ അവിടുന്ന് ഡി ടി കാണുക, ഡി ടി സെപ്പറേറ്റ് ചെയ്തിട്ട് അതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഡി ടി നമുക്ക് മൈനസ് ക്യാപിറ്റൽ എ ബൈ സ്മോൾ എ, പിന്നെന്താ റൂട്ട് 2GY എന്നുള്ളതിന് റൂട്ട് 2G എഴുതി, റൂട്ട് വൈ അകത്ത് എഴുതി, dy ഇവിടെ ഉണ്ട്. അപ്പോൾ dy ബൈ റൂട്ട് വൈ എന്നാണ്. 1/2 റൂട്ട് വൈ ആണെങ്കിൽ അത് എന്താ പറയുക, ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ എളുപ്പമാണ്, മനസ്സിലായില്ലേ? അത് റൂട്ട് വൈയുടെ ഡിഫറൻഷ്യലാണ് 1/2 റൂട്ട് വൈ. അപ്പോൾ 1/2 റൂട്ട് വൈയുടെ ഇൻറ്റഗ്രൽ എന്താ, റൂട്ട് വൈ ആവും. അപ്പോൾ ഇവിടെ റൂട്ട് വൈ ഉള്ളൂ, 2 റൂട്ട് വൈ ആക്കാൻ 2 ഞാൻ ഇവിടെ ചേർത്തു, അപ്പോൾ മേലെയും ചേർക്കാം, റെഡിയായി. അപ്പോൾ ഇൻറ്റഗ്രൽ dv/2 റൂട്ട് വൈ, 1/2 റൂട്ട് വൈയുടെ ഇൻറ്റഗ്രൽ എന്താ, റൂട്ട് വൈ. നോക്കൂ, ദാ റൂട്ട് വൈ എന്ന് എഴുതി. ദാറ്റ് ഈസ് ടു ബി ഇവാലുവേറ്റഡ് ഫ്രം എന്താ h to 0. തുടക്കത്തിൽ h ആണ്, അവസാനം 0 ആവണം. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് എന്താ പറയുക, ആദ്യം അപ്പർ ലിമിറ്റ് 0 കൊടുക്കുക, 0 വരും. പിന്നെ ലോവർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക, റൂട്ട് h എന്ന് വരും. അപ്പോൾ അപ്പർ ലിമിറ്റ് കൊടുത്ത് കിട്ടുന്ന വാല്യൂവിൽ നിന്ന് ലോവർ ലിമിറ്റ് കൊടുത്ത് കിട്ടുന്ന വാല്യൂ സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ 0 മൈനസ് റൂട്ട് h, മൈനസ് റൂട്ട് എച്ചും ഈ മൈനസ് കൂടെ ചേരുമ്പോഴെന്താവും, പ്ലസ് റൂട്ട് h ആവും. ഓക്കെ, അതായത് ക്യാപിറ്റൽ എ ഡിവൈഡഡ് ബൈ സ്മോൾ എ, പിന്നെന്താ റൂട്ട് 2/g ഇൻറ്റു റൂട്ട് h. അപ്പോൾ റൂട്ട് ഓഫ് 2h/g എന്ന് വരും. ക്യാപിറ്റൽ എ ബൈ സ്മോൾ എ ഇൻറ്റു റൂട്ട് ഓഫ് 2h/g. ഓക്കെ, ഇനി എന്താണെന്നറിയോ, ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ ആ ഹോളിൽ നമ്മളൊരു പൈപ്പ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ പൈപ്പ് ദേ ഇങ്ങനെ വന്ന് താഴെ എത്തും, നോക്കൂ. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഓപ്പണിങ്ങിൽ നിന്ന് നമുക്കെന്താ, ഇവിടുത്തെ എന്താ ഇത്രയും ക്യാപിറ്റൽ h ആണ് ഇവിടെ വരെയുള്ള, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് y ഉണ്ട്. അപ്പോൾ സ്പീഡ് എന്താവും, സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ v ഈക്വൽ ടു റൂട്ട് ഓഫ് 2g ഇൻറ്റു h+y വരും. മനസ്സിലല്ല, എന്താ സ്പീഡ് മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കിയുള്ളതൊന്നും വ്യത്യാസമല്ല. അപ്പോൾ a ഇൻറ്റു മൈനസ് dy/dt ഈക്വൽ ടു സ്മോൾ എ, ഹോളിൻ്റെ അല്ലെങ്കിൽ പൈപ്പിൻ്റെ ഏരിയയാണ്, റൂട്ട് ഓഫ് 2g h+y. ഓക്കെ, ഇവിടെ നിങ്ങൾ എന്താ ഡി ടി നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് മൈനസ് ക്യാപിറ്റൽ എ ബൈ സ്മോൾ എ, പിന്നെ 2/റൂട്ട് 2g, പിന്നെന്താ 1/2 റൂട്ട് h+y. 1/2 റൂട്ട് h+yയുടെ ഇൻറ്റഗ്രൽ എത്രയാ, റൂട്ട് ഓഫ് h+y. ദാ റൂട്ട് ഓഫ് h+y. തുടക്കത്തിൽ സ്മോൾ h ആണ്, ഫൈനലി 0 ആവും. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ അപ്പർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ വരിക, ദാറ്റ് വിൽ ബി റൂട്ട് ക്യാപിറ്റൽ h. പിന്നെ ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എത്രയാ, റൂട്ട് ക്യാപിറ്റൽ h പ്ലസ് സ്മോൾ h. ഈ മൈനസ് നമ്മൾ അകത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ അതേ ഇങ്ങനെ വരും, ക്യാപിറ്റൽ എ ബൈ സ്മോൾ എ റൂട്ട് ഓഫ് 2/g ഇൻറ്റു റൂട്ട് h പ്ലസ് ക്യാപിറ്റൽ h പ്ലസ് സ്മോൾ h മൈനസ് റൂട്ട് ക്യാപിറ്റൽ h. നോക്കാം, ഇനി അവർ തന്നിരിക്കുന്ന വാല്യൂ ക്യാപിറ്റൽ h എന്ന് പറഞ്ഞാൽ 16/9 സ്മോൾ h എന്നാണ്. അപ്പോൾ ഇവിടെ നോക്കുക, 16/9 സ്മോൾ h പ്ലസ് h എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് ആഡ് ചെയ്ത് നോക്കുക, 16/9 സ്മോൾ h പ്ലസ് h. അപ്പോൾ എത്രയാ, 25/9 h എന്നാ വരിക. 25/9 h എവിടെ, 25/9 h എന്ന് പറഞ്ഞ റൂട്ടിനകത്ത്. അതിൽ 25/9 നമ്മൾ പുറത്തെടുത്ത് കഴിഞ്ഞാൽ 5/3 റൂട്ട് h എന്ന് വരും. ഓക്കെ, ഇവിടെയോ, ഇവിടെ നമുക്ക് എത്രയാ, 16/9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4/3 റൂട്ട് h. 5/3 റൂട്ട് h മൈനസ് 4/3 റൂട്ട് h എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, 1/3 റൂട്ട് h എന്ന് വരും. 1/3 റൂട്ട് h. ഓക്കെ, അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ എ ബൈ സ്മോൾ എ ഇൻറ്റു റൂട്ട് ഓഫ് 2/g ഇൻറ്റു 1/3 ഇൻറ്റു റൂട്ട് സ്മോൾ h. അപ്പോൾ T2 ഈക്വൽ ടു T1/3 എന്ന് വരും. നമ്മളോട് ചോദിക്കുന്നത് എന്താ, T1/T2 എത്രയാണെന്നാണ്. അപ്പോൾ T1/T2 എത്രയാ, T1/T2 ഈക്വൽ ടു 3 എന്ന് വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എ തിൻ യൂണിഫോം റോഡ് ഓഫ് ലെങ്ത് ക്യാപിറ്റൽ L ആൻഡ് certain mass is kept on a frictionless horizontal table with a massless string of length L fixed to one end. The other end of the string is pivoted at point O if a horizontal impulse capital P is imparted to the rod at a distance x equal to L by n from the midpoint of the rod. The rod and the string revolve together around the point O with the rod always remaining aligned to the string. ഈ സ്ട്രിങ്ങും റോഡും എപ്പോഴും ഒരേ ലൈനിലാണ്ടാവുക, എന്നിട്ട് ഇതിങ്ങനെ റിവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൊടുത്ത ലീനിയർ ഇമ്പൾസ് പി ആണ്. ഇറ്റ് പ്രൊഡ്യൂസസ് ആൻ ആംഗുലർ ഇമ്പൾസ്. ആംഗുലർ ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ലീനിയർ ഇമ്പൾസ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസാണ്. അതിൽ നോക്കൂ, ഇതാണ് ആക്സിസ്. ആക്സിസ് ഇതുവഴിയാണ്, അവിടെ നിന്ന് ഇങ്ങോട്ട് L, പിന്നെ ഒരു L/2, പിന്നെ ഇൻറ്റു എക്സ്. ഓക്കെ, അപ്പോൾ ലീനിയർ ഇമ്പൾസ് പി ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പറഞ്ഞാൽ L പ്ലസ് L/2 പ്ലസ് എക്സ്.
അപ്പോൾ ആംഗുലർ ഇമ്പൾസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ആംഗുലർ മൊമെൻറ്റം. ഈ ചേഞ്ച് ഇൻ ആംഗുലർ മൊമെൻറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ റോഡിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കാണാം ആദ്യം. ഓക്കെ, ഈ റോഡിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സെൻട്രൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇത് ഈ റോഡിൻ്റെ സെൻറ്ററിലൂടെ പാസ് ചെയ്യും. അതെത്രയാ? ml²/12. പക്ഷേ നമ്മൾ ഈ പോയിന്റ് വെച്ചാൽ കാണുന്നത്, O വെച്ചാൽ കാണുന്നത്. അപ്പോൾ നോക്കൂ, ഈ സെൻറ്റർ വെച്ച് ml²/12, പിന്നെ ഓയിലേക്കുള്ള ദൂരം എത്രയാണെന്നറിയോ? L/2 + L, 3L/2. സാധാരണ നമ്മൾ പാരലൽ ആക്സസ് തിയറം വെച്ച് എങ്ങനെ കാണുക? ml²/12 + m × സ്ക്വയർ ഓഫ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അത് ഇവിടെ 3L/2 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, ml²/12 + m × 3L/2 ഹോൾ സ്ക്വയർ. ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ O ആയി. ഇപ്പോൾ ഇൻറ്റു ഒമേഗ. ഒമേഗ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണെന്നറിയോ? ഇവിടെ നമ്മൾ കൊടുത്ത ലീനിയർ ഇമ്പൾസ് എത്രയാ? P ആ. ഡിവൈഡഡ് ബൈ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലീനിയർ വെലോസിറ്റി കിട്ടും. ഓക്കെ, അതായത് P/m. Now see, center of mass of the rod will be moving in a circle of radius 3L/2. ഓക്കെ, അപ്പോൾ P/m ആണ് വെലോസിറ്റി. അതിനെ ഒമേഗ എന്ന് പറഞ്ഞാൽ V/R എന്നാ, അതായത് 3L/2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ ഈ P/m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അത് ലീനിയർ വെലോസിറ്റിയാണ്. അതിന് നമ്മൾ ആ സെൻറ്റർ ഓഫ് മാസ് മൂവ് ചെയ്യുന്ന സർക്കിളിൻ്റെ റേഡിയസ് 3L/2 ആണ്. അപ്പോൾ V/R എന്ന് പറഞ്ഞാൽ P/m-നെ 3L/2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 3L/2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നമ്മൾ 2/3L കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതേ 2P/3ml വരും. റൈറ്റ്. ഇനിയിപ്പോൾ നോക്കൂ, രണ്ട് സൈഡിലും P ഉണ്ട്, അത് നിങ്ങൾക്ക് കട്ട് ചെയ്യാം. ഓക്കെ, ആ രണ്ട് സൈഡിലും P നിങ്ങൾക്ക് കട്ട് ചെയ്യാം. പിന്നെ നോക്കൂ, ഇവിടെ ml, ഇതിനകത്ത് ml ഉണ്ട്, അത് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ ഡിനോമിനേറ്ററിലെ ml-ആയിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റും. റൈറ്റ്. ഓക്കെ, പിന്നെ ഇനി എന്തൊക്കെ ഉണ്ടെന്ന് അറിയോ? ഇവിടെ നമുക്ക് ബാക്കി L/12 ഉണ്ടാവും. L/12. ഓക്കെ, ഇവിടെയാണെങ്കിലോ ഇവിടെ 9L/4 ഉണ്ടാവും. 9L/4. അപ്പോൾ 9/4L-ഉം ഇവിടെ എന്താ 1/12L-ഉം ആണ്. ആ 9/4-ന് നമുക്ക് 27/12L. ഇവിടെ 27/12L, ഇവിടെ എത്രയാ? 1/12L. അപ്പോൾ L/12-ഉം 27L/12-ഉം അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 28L/12 വരും. ഓക്കെ, പിന്നെന്താ? പിന്നെ 2/3 ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ആ 2-ഉം താഴെയുള്ള 12-ഉം കൂടെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ താഴെ എത്ര വരും? 6 വരും. 6-ഉം 3-ഉം എത്ര വരും? 18 വരും. മേലെയുള്ളത് 28, താഴെയുള്ളത് 18. ഓക്കെ, അത് നമുക്ക് 14/9 എന്ന് പറയാം. ഓക്കെ, 14/9L. 14/9L. പിന്നെ ഇവിടെ എത്രയാ? L + L/2 പറഞ്ഞാൽ 3L/2 ഉണ്ട്, അത് അങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പോൾ 14/9L മൈനസ് 3L/2. ഓക്കെ, അതിൽ 2 × 14 എത്രയാ? ദാറ്റ് ഈസ് 28. 9 × 3 എത്രയാ? 27. ഓക്കെ, അപ്പോൾ 28 - 27 പറഞ്ഞാൽ L/18 വരും. ചോദ്യം എന്താണെന്നറിയോ? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നോക്കൂ, L/n ആണ്. നമുക്ക് കിട്ടിയത് L/18 ആണ്. അപ്പോൾ ആ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 എന്ന് വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 1 mole of a monoatomic ideal gas undergoes the cyclic process. ഓക്കെ, JKLMJ ആണ്. JKLMJ. ഓക്കെ, ആസ് ഷോൺ ഇൻ PT ഡയഗ്രാം ആണ്, പ്രഷർ ടെമ്പറേച്ചർ ഡയഗ്രാം ആണ്. ആയിക്കോട്ടെ, അപ്പോൾ അതിൽ ഫസ്റ്റ് പ്രോസസ്സ് എന്താ? JK ആണ്. JK പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ നോക്കൂ, ഇത് ഒരു കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സാണ്. അല്ലെങ്കിൽ നമുക്കെന്ത് പറയാം? ഐസോബാറിക് പ്രോസസ്സ് എന്ന് പറയാം. ഈ ഐസോബാറിക് പ്രോസസ്സിൽ ഇവിടെ നോക്കൂ 1 മോളാ. അപ്പോൾ ഐസോബാറിക് പ്രോസസ്സിലെ വർക്ക് ഡൺ പറഞ്ഞാൽ P∆V ആ. PV = nRT ആണ്. ഇവിടെ N1 ആ. അപ്പോൾ PV = RT വരും. അപ്പോൾ നമുക്ക് P∆V ആണ് വർക്ക് ഡൺ, ദാറ്റ് ഈസ് ഈക്വൽ ടു R∆T വരും. ∆T പറഞ്ഞാൽ എപ്പോഴും ഫൈനൽ ടെമ്പറേച്ചർ മൈനസ് ഇനീഷ്യൽ ടെമ്പറേച്ചറാണ്. ഫൈനൽ ടെമ്പറേച്ചർ 3T0 ആണ്, ഇനീഷ്യൽ ടെമ്പറേച്ചർ എന്താ? T0 ആണ്. അപ്പോൾ 3T0 - T0 പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 2T0. അപ്പോൾ R × 2T0 or 2RT0, ദാറ്റ് ഈസ് ∆W വർക്ക് ഡൺ ഇൻ ദ പ്രോസസ് ഫ്രം G to K, 2RT0. പ്രശ്നമില്ല. ഇനി അടുത്തത് KL പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, ഇതെന്താ? ദിസ് ടേക്സ് പ്ലേസ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ 3T0. ഐസോതേർമൽ പ്രോസസ്സാണ്. ഈ ഐസോതേർമൽ പ്രോസസ്സിൽ വർക്ക് ഡൺ പറഞ്ഞാൽ nRT. അതിൽ n നമ്പർ ഓഫ് മോൾസ് ഇവിടെ 1 ആണ്. അപ്പോൾ RT
പിന്നെന്താ ln നാച്ചുറൽ ലോഗരിതം എന്താ ഫൈനൽ ln v2 by v1 ആണ്, അതായത് ഫൈനൽ വോളിയം ബൈ ഇനീഷ്യൽ വോളിയം. ഓർ വി ക്യാൻ സേ എന്താ ഇനീഷ്യൽ പ്രഷർ ബൈ ഫൈനൽ പ്രഷർ. ഓക്കെ, വർക്ക് ഡൺ പറഞ്ഞു കഴിഞ്ഞാൽ nRT ln നാച്ചുറൽ ലോഗരിതം പിന്നെന്താ P1 by P2 നാച്ചുറൽ ലോഗരിതം ഓഫ് P1 by P2 ഇനീഷ്യൽ പ്രഷർ ബൈ ഫൈനൽ പ്രഷർ. അതായത് ഇവിടെ നമ്പർ ഓഫ് മോൾസ് 1 ആണ്, അപ്പോൾ ഇവിടെ എന്ത് വരുമെന്ന് അറിയോ, RT പിന്നെന്താ നാച്ചുറൽ ലോഗരിതം പിന്നെയോ ഇനീഷ്യൽ പ്രഷർ PI ഡിവൈഡഡ് ബൈ ഫൈനൽ പ്രഷർ PF. ഇതാ വരിക ഐസോതേർമൽ പ്രോസസ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, ഇവിടെ എന്താ, ഇവിടെ നോക്കൂ, ഈ ടെമ്പറേച്ചർ എത്രയാ, ഈ T എന്ന് പറഞ്ഞാൽ ഏത് ടെമ്പറേച്ചറിലാണോ നടക്കുന്നത് അതാ. അപ്പോൾ ഇവിടെ 3T0 ആണ്, അപ്പോൾ 3RT0 എന്ന് വരും. പിന്നെ ഇനീഷ്യൽ പ്രഷർ P0 ആണ്, ഫൈനൽ പ്രഷർ 2P0 ആണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ P0 by 2P0 മനസ്സിലാവുന്നുണ്ടോ? അതായത് എന്താ ln 1/2. ഈ ln 1/2 പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ലോഗരിതം 1/2 എന്നാണ്. അപ്പോൾ നാച്ചുറൽ ലോഗരിതം 1 മൈനസ് നാച്ചുറൽ ലോഗരിതം 2. നാച്ചുറൽ ലോഗരിതം ഓഫ് 1 എത്രയാ, ദാറ്റ് ഈസ് 0. അപ്പോൾ 0 മൈനസ് ln 2. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ വരിക എന്നറിയോ, മൈനസ് 3RT0 ln 2 എന്ന് വരും. മൈനസ് 3RT0 ln 2. ഓക്കെ, നാച്ചുറൽ ലോഗരിതം 2. ഇനി അടുത്തത് Lm എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അഗെയിൻ അൻ ഐസോബാറിക് പ്രോസസ്. അപ്പോഴെന്താ, അവിടെ nR ഡെൽറ്റ ടി ആണ്, n ഇവിടെ 1 ആണ്. അപ്പോൾ R ഡെൽറ്റ ടി പറഞ്ഞാൽ ഫൈനൽ ടെമ്പറേച്ചർ മൈനസ് ഇനീഷ്യൽ ടെമ്പറേച്ചർ. ഫൈനൽ ടെമ്പറേച്ചർ T0 മൈനസ് ഇനീഷ്യൽ ടെമ്പറേച്ചർ 3T0. അപ്പോൾ മൈനസ് 2RT0 അത് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഫൈനലി Mj അഗെയിൻ ഐസോതേർമൽ പ്രോസസ് ആൻഡ് ഇറ്റ് ടേക്സ് പ്ലേസ് അറ്റ് ടെമ്പറേച്ചർ T0. അപ്പോൾ ഇവിടെ എന്ത് വരും, RT0. പിന്നെന്താ ഇനീഷ്യൽ പ്രഷർ 2P0 ബൈ ഫൈനൽ പ്രഷർ P0. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം, RT0 ln 2 എന്ന് വരും. RT0 ln 2. കുഴപ്പമില്ലല്ലോ. ആ മൊത്തം ആ സൈക്കിളിൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യണം. എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2RT0 മൈനസ് 2RT0 ഒരു തീരുമാനമായി, അത് പോകും. പിന്നെ ഇവിടെ മൈനസ് 3RT0 ln 2, ഇവിടെ പ്ലസ് RT0 ln 2. അപ്പോൾ മൈനസ് 2RT0 ln 2. ഓക്കെ, മൈനസ് 2RT0 ln 2 വരും. അപ്പോൾ നോക്കൂ എന്ത് വരും, മൈനസ് 2RT0 ln 2 പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താ, മൈനസ് 2RT0 ln 2 നാലാമത്തത്. അപ്പോൾ P മസ്റ്റ് ബി മാച്ചിങ് വിത്ത് 4. വർക്ക് ഡൺ ഇൻ ദ കംപ്ലീറ്റ് സൈക്ലിക് പ്രോസസ്. ഓക്കെ, ഇനി അടുത്തത് എന്താണെന്നോ, ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഓഫ് ദ ഗ്യാസ് ഇൻ ദ പ്രോസസ് JK. എവിടെ JK പറഞ്ഞു കഴിഞ്ഞാൽ അതേ ഈ പ്രോസസ്സാണ്. ഫസ്റ്റ് ഐസോബാറിക് പ്രോസസ്സാണ്. ഈ ഐസോബാറിക് പ്രോസസ്സിൽ നമ്മൾ കൊടുക്കുന്ന ഹീറ്റിൻ്റെ ഒരു പാർട്ട് ഇൻറ്റേർണൽ എനർജി കൂട്ടാൻ യൂസ് ചെയ്യും, ബാക്കിയുള്ളത് വർക്കിന് യൂസ് ചെയ്യുന്ന. വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ ഹീറ്റ് ആഡഡ് ഈസ് യൂസ്ഡ് ടു ഇൻക്രീസ് ദ ഇൻറ്റേർണൽ എനർജി ചോദിച്ചാൽ കൊടുത്ത ഹീറ്റിൻ്റെ എത്ര പാർട്ട് ഇൻറ്റേർണൽ എനർജി കൂട്ടാൻ ഉപയോഗിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെൽറ്റ യു ബൈ ഡെൽറ്റ ക്യൂ 1/γ. അങ്ങനെ കിട്ടി. ഡെൽറ്റ യു പറഞ്ഞ NCV ഡെൽറ്റ ടി ആ, അൺകണ്ടീഷണലാണ്, എപ്പോഴും അത് ശരി മാത്രമാണ്. എപ്പോൾ നിങ്ങൾക്ക് ഇൻറ്റേർണൽ എനർജി ചേഞ്ച് കാണണോ NCV ഡെൽറ്റ ടി, അതെപ്പോഴും കറക്റ്റാണ്. ഇവിടെ നമ്മൾ കൊടുത്ത ഹീറ്റ് എന്ന് പറഞ്ഞാൽ NCP ഡെൽറ്റ ടി. അപ്പോൾ ഇവിടെ വരും എന്താണെന്നറിയോ, NCV ഡെൽറ്റ ടി ബൈ NCP ഡെൽറ്റ ടി. N ഡെൽറ്റ ടി മേലെയും താഴെയും കട്ടാവും. CV ബൈ CP, CP ബൈ CV ഗാമയാ, CV ബൈ CP 1/γ. അപ്പോൾ നിങ്ങൾ ആകെ കൊടുത്ത ഹീറ്റിൽ 1/3 ഇൻറ്റേർണൽ എനർജി കൂട്ടാൻ ഉപയോഗിച്ചെങ്കിൽ 2/3 ആണ് വർക്കിന് യൂസ് ചെയ്യുക. ഇവിടെ 1/γ ആണ് ഇൻറ്റേർണൽ എനർജി കൂട്ടാൻ ഉപയോഗിച്ചത്. അപ്പോൾ വാട്ട് ഫ്രാക്ഷൻ ഓഫ് ഹീറ്റ് ആഡഡ് ഈസ് യൂസ്ഡ് ഫോർ എക്സ്റ്റേണൽ വർക്ക് പറഞ്ഞാൽ 1 - 1/γ, അതായത് ഗാമ മൈനസ് 1/γ. ഇത് രണ്ടും കൂടെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ യു ബൈ ഡെൽറ്റ ഡബ്ല്യു പറഞ്ഞാൽ 1/γ - 1. ഗാമ എന്ന് പറഞ്ഞാൽ 1 + 2/f ആ, 1 + 2/f. അപ്പോൾ ഗാമ മൈനസ് 1 എന്താ, 2/f. ഇവിടെ മോണോ അറ്റോമിക്ക, F എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, അത് 3 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ JKയിലെ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി കാണണ്ടേ, മനസ്സിലായില്ലേ? JKയിലെ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ഡബ്ല്യു ബൈ 2/f. 2/f എന്ന് പറഞ്ഞാൽ 2/3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, അപ്പോൾ 3/2. അപ്പോൾ JKയിൽ എന്താ, ഡെൽറ്റ യു പറഞ്ഞാൽ 3/2 ടൈംസ് വർക്ക് ഡൺ ആണ്. JKയിൽ നോക്കൂ, JKയിൽ വർക്ക് ഡൺ 2RT0 ഇൻറ്റു 3/2. അപ്പോൾ 3RT0 വരും, 3RT0. അതായത് ഇവിടെ 3RT0. അപ്പോൾ Q മസ്റ്റ് ബി മാച്ചിങ് വിത്ത് 3. ഓക്കെ,
Q must be matching with 3. ഇനിയിപ്പോൾ നമുക്ക് എന്താ P must be matching with 4 and Q must be matching with 3. അതായത് ഇപ്പം തന്നെ ആൻസർ കിട്ടി കേട്ടോ. ഇവിടെ നോക്കൂ എന്താ P must be matching with 4 and Q must be matching with 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ മാത്രമേ അതിനകത്തുള്ളൂ. P with 4 and Q with 3 അല്ലേ, വേറെ ഇല്ല. വേറെ ഒന്നിലും അങ്ങനെയില്ല. അപ്പം തന്നെ കിട്ടി. ഇനിയിപ്പോൾ ബാക്കിയുള്ളത് ചെയ്യണമെന്നില്ല, പക്ഷേ ഞാനിപ്പോൾ ഇവിടെ അത് നിങ്ങൾക്ക് ചെയ്യാം. നോക്കൂ, അടുത്ത എന്താ എക്സാമിനാകുമ്പോൾ നിങ്ങൾ ഇത് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്യണ്ട, വെറുതെ സമയം കളയണ്ടല്ലോ. റൈറ്റ്. ഇനി അടുത്തത് എന്താണെന്നറിയോ? ഹീറ്റ് ഗിവൺ ടു ദ ഗ്യാസ് ഇൻ ദ പ്രോസസ് KL. KL എവിടെ? KL പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഐസോതേർമൽ പ്രോസസ്. ഐസോതേർമൽ പ്രോസസ്സിൽ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി 0യാ. അപ്പോൾ ΔQ ഈക്വൽ ടു ΔW ആ. ഓക്കെ, അതിൽ KLലെ വർക്ക് ഡൺ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. KLലെ വർക്ക് ഡൺ എന്താ? -3 RT0 ln2. ഓക്കെ, അപ്പോൾ അതാണ് ഹീറ്റ് ആഡഡ്. അപ്പോൾ -3 RT0 ln2 -3 RT0 ln2. സോ R മസ്റ്റ് ബി മാച്ചിങ് വിത്ത് 5. ഓക്കെ, R മസ്റ്റ് ബി മാച്ചിങ് വിത്ത് 5. കണ്ടോ, റെഡി ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് എന്താ? ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഓഫ് ദ ഗ്യാസ് ഇൻ ദ പ്രോസസ് MJ എവിടെയാ? MJ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ, ഇറ്റ് ഈസ് ആൻ ഐസോതേർമൽ പ്രോസസ്. ചിൽഡ്രൻ, ഇന്റേണൽ എനർജി ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ടെമ്പറേച്ചർ ഫോർ ആൻ ഐഡിയൽ ഗ്യാസ്. ഇവിടെ എന്താ? 1 mole ഓഫ് എ മോണോ അറ്റോമിക് ഐഡിയൽ ഗ്യാസ് എന്നാണ്. അപ്പോൾ ഈ ഇന്റേണൽ എനർജി ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ടെമ്പറേച്ചർ. ഇവിടെ MJ ആണ് അവർ പറയുന്നത്. MJ, ഇറ്റ് ഈസ് ആൻ ഐസോതേർമൽ പ്രോസസ് ഇൻ വിച്ച് ടെമ്പറേച്ചർ ഈസ് കോൺസ്റ്റന്റ്. അപ്പോൾ നോ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, നോ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി. അവർ ചോദിക്കുന്ന വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എന്നാ, ദാറ്റ് മസ്റ്റ് ബി 0. ഓക്കെ, അപ്പോൾ S മസ്റ്റ് ബി മാച്ചിങ് വിത്ത് 2. കണ്ടോ, അവിടെ S ഈസ് മാച്ചിങ് വിത്ത് 2. എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. റൈറ്റ്. നെക്സ്റ്റ് വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. സാധാരണ നമ്മൾ JEE അഡ്വാൻസ്ഡിന് എക്സ്പെക്റ്റ് ചെയ്യാത്ത അത്രയും സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ 4 ഐഡൻറ്റിക്കൽ തിൻ സ്ക്വയർ മെറ്റൽ ഷീറ്റ്സ് S1, S2, S3 and S4 each of side A are kept parallel to each other with equal distance D much smaller than A between them as shown in figure. Let C0 equal to epsilon 0 A square by D, where epsilon 0 is the permittivity of free space. അപ്പോൾ ഫസ്റ്റ് the capacitance between S1 and S4 with S2 and S3 not connected. ഇത് നമുക്ക് see, this is S1. okay, this is S1 and this is S4. ഓക്കെ, വേറെ ഒന്നും കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ നോക്കൂ, സി ഇവിടെ ദിസ് ഈസ് എ കപ്പാസിറ്റൻസ്. ഓക്കെ, ഇവിടെ ഒരു കപ്പാസിറ്റൻസ് ഉണ്ട്, ഇവിടെ രണ്ടാമത്തെ കപ്പാസിറ്റൻസ് ഉണ്ട്, ഇവിടെ മൂന്നാമത്തെ കപ്പാസിറ്റൻസ് ഉണ്ട്. ഓൾ ദ 3 ആർ കണക്റ്റഡ് ഇൻ സീരീസ് ആൻഡ് ഈച്ച് ഈക്വൽ ടു C0. സോ C0/3. ഓക്കെ, അപ്പോൾ C0/3. അപ്പോൾ P മസ്റ്റ് ബി മാച്ചിങ് വിത്ത് 3 ആണ് കേട്ടോ. C0/3. കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ S1 ആൻഡ് S4 വിത്ത് S2 ഷോർട്ടഡ് ടു S3. നോക്കൂ, S2 S3യും ഷോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കപ്പാസിറ്റൻസ് ഉണ്ടാവില്ല, അവിടെ കപ്പാസിറ്റൻസ് ഇല്ല. പിന്നെ ഇവിടെ ഒരു കപ്പാസിറ്റൻസ് ഉണ്ട്, ഇവിടെ ഒരു കപ്പാസിറ്റൻസ് ഉണ്ട്. രണ്ടും സീരീസിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ് വിൽ ബി C0/2. ഓക്കെ, അപ്പോൾ Q മസ്റ്റ് ബി മാച്ചിങ് വിത്ത് 2 ആണ്. Q മസ്റ്റ് ബി മാച്ചിങ് വിത്ത് 2. കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ S1 ആൻഡ് S3 വിത്ത് S2 ഷോർട്ടഡ് ടു S4. S2 ഷോർട്ടഡ് ടു S1, S2, S3, S4. S2ഉം S4ഉം കൂടെ ഷോർട്ട് ചെയ്തു. S1നും S3ക്കും ഇടയ്ക്ക് കാണണം. അപ്പോൾ ഇവിടെ നോക്കൂ, നമ്മൾ ഈ S2 S4 ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒറ്റ പോയിന്റാ. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ സപ്പോസ് S1 ഉണ്ട്, S3 ഉണ്ട്. ഇവിടെ നമുക്ക് എന്ത് പറയാന്നറിയോ? S1 ആൻഡ് S3. പിന്നെ ഈ പോയിന്റ് ഇപ്പോൾ ദിസ് പോയിന്റ് ഈസ് S എന്ന് വിചാരിച്ചോളൂ. ഓക്കെ, നമുക്ക് S എന്ന് വിചാരിക്കാം. S. അപ്പോൾ ഇവിടെ നോക്കൂ, there is a capacitance between S3 and S. ഓക്കെ, പിന്നെന്താ, അനദർ കപ്പാസിറ്റൻസ് അഗെയിൻ ബിറ്റ്വീൻ S3 ആൻഡ് S. അപ്പോൾ S3ക്കും S-നും ഇടയ്ക്ക്. അപ്പോൾ ഈ പോയിന്റ് ആണ്, ഇതാണ് ഇപ്പോൾ ഞാൻ S എന്ന് മാർക്ക് ചെയ്ത്. S3 ആണ് ഈ പോയിന്റ്. ഓക്കെ, അപ്പോൾ ആ S3ക്കും S-നും ഇടയ്ക്ക് 2 കപ്പാസിറ്റൻസ് ഉണ്ട്. പിന്നെ S-ൽ നിന്ന് S1ലേക്ക്, S-ൽ നിന്ന് S1ലേക്ക് ഒരു കപ്പാസിറ്റൻസ് ഉണ്ട്. ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ദീസ് 2 ആർ ഇൻ പാരലൽ.
അത് എത്ര വരും 2C0, ദാറ്റ് ഈസ് ഇൻ സീരീസ് വിത്ത് അനദർ C0. അപ്പോൾ 2C0/3 വരും. ഓക്കെ, 2C0/3 ഓർ 2/3C0. അത് നമുക്കെന്താ, ഇറ്റ് ഈസ് R മസ്റ്റ് ബി മാച്ചിങ് വിത്ത് 4. ഓക്കെ, പിന്നെ ഇവിടെ നോക്കാം P with 3 Q with 2. P with 3 Q with 2 ഇവിടെ ഉണ്ട്, P with 3 Q with 2 ഇവിടെ ഉണ്ട്. 3 ഓപ്ഷൻ രണ്ടെണ്ണം റെഡിയാ. ഓക്കെ, അപ്പോൾ മൂന്നാമത്തത് നമുക്ക് എന്താ പറയുക 4. ഓക്കെ, R മസ്റ്റ് ബി മാച്ചിങ് വിത്ത് 4. R മസ്റ്റ് ബി മാച്ചിങ് വിത്ത് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P3Q2 R4. അയ്യോ, ഇവിടെ നോക്കൂ, ഈ എയും സിയും നിങ്ങൾ നോക്കുക. എയും സിയിൽ നോക്കൂ P3Q2 R4. ആ എസ് മാത്രമേ വ്യത്യാസമുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ എസ് കൂടെ നമ്മൾ കാണണം. റൈറ്റ്, നോക്കാം നമുക്ക്. എസ് എന്താ? The capacitance between S1 and S2 with S3 shorted to S1, S2 shorted to S4. ഇതാ സംഭവം. ഓക്കെ, അതിൽ നമ്മൾ 2 കണ്ടക്ടേഴ്സ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ ഒരു സിംഗിൾ കണ്ടക്ടറായിട്ട്, അതായത് S1 S3 കണക്റ്റഡ് S1 മതി, 2 S1 കൊടുക്കാം. S2 S4 കണക്റ്റഡ് 2 S2 കൊടുക്കാം. അപ്പോൾ ആക്ച്വലി there are only 2 points, S1 and S2, and there are 3 capacitors. ഓക്കെ, നോക്കൂ, ദാ ഇവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ട്. സി, ദിസ് ഈസ് എ കപ്പാസിറ്റർ. ഓക്കെ, ദിസ് ഈസ് അനദർ കപ്പാസിറ്റർ. ഹിയർ ദർ ഈസ് എ തേർഡ് കപ്പാസിറ്റർ. അപ്പോൾ ദർ ആർ 3 capacitors, all the 3 are connected in parallel. അപ്പോൾ 3C0 വരും. അപ്പോൾ 3C0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1. അപ്പോൾ എസ് മസ്റ്റ് ബി മാച്ചിങ് വിത്ത് 1. ഓക്കെ, അപ്പോൾ എസ് മസ്റ്റ് ബി മാച്ചിങ് വിത്ത് 1 പറഞ്ഞു കഴിഞ്ഞാൽ ഇതാവണം കറക്റ്റ് ഓപ്ഷൻ. P with 3, Q with 2, R with 4 and S with 1. Okay, next question നോക്കാം നമുക്ക്. A light ray is incident on the surface of a sphere of refractive index n at an angle of incidence theta 0. The ray partially refracts into the sphere with the angle of refraction phi 0 and then partly reflects from the back surface. The reflected ray then emerges out of the sphere after a partial refraction. Okay, the total angle of deviation of the emergent ray with respect to the incident ray is alpha. Match the quantities mentioned in list 1 with their values in list 2 and choose the correct option. അപ്പോൾ ഇവിടെ നമുക്ക് നമുക്കൊരു സ്ഫെറിക്കൽ സർഫസിലെ ഒരു പോയിന്റിലെ നോർമൽ, ഈ നോർമൽ വരച്ചാലേ നമുക്ക് ലോസ് ഓഫ് റിഫ്രാക്ഷൻ അല്ലെങ്കിൽ ലോസ് ഓഫ് റിഫ്ലക്ഷൻ ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഒരു സ്ഫെറിക്കൽ സർഫസിലെ നോർമൽ പറഞ്ഞ ആ പോയിന്റിലെ റേഡിയസാണ്. അപ്പോൾ റേഡിയസ് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റിനെ സെൻറ്ററുമായിട്ട് ജോയിൻ ചെയ്താൽ മതി, പ്രശ്നമില്ല സ്ഫെറിക്കൽ സർഫസിൽ. അപ്പോൾ സ്ഫിയറാ. അപ്പോൾ ഇവിടെ ഒരു റേ ഇത് ഇങ്ങനെ വന്നു, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് മാർക്ക്ഡ് ആസ് θ0 ആൻഡ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് phi 0. അപ്പോൾ ഇവിടുത്തെ ഡീവിയേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, ഇത് എത്രയാ? ഇത് മൊത്തം നോക്കൂ, ഇത് ആക്ച്വലി ഇത് θ0 ആണെങ്കിൽ ഇതെന്താ, ഇത് ഓപ്പോസിറ്റ് ആംഗിളാണ് θ0. അതിൽ നോക്കൂ, ഇത്രയും phi 0 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡീവിയേഷൻ. അതെന്താ വരിക? അത് θ0 മൈനസ് phi 0 ആണ്. ഓക്കെ, θ0 മൈനസ് phi 0. നമ്മൾ നോക്കൂ, ഇവിടെ ഇപ്പം എന്താണോ, എയറിന്ന് ഗ്ലാസ്സിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ സ്ഫിയറിനകത്തോട്ട് എൻ്റർ ചെയ്യുമ്പോൾ ഇവിടെ θ0, ഇവിടെ phi 0. ഇവിടെ നോക്ക്, ഇവിടെ വരുന്നത് phi 0 ആണ്, ഇവിടെ പുറത്തേക്ക് പോകുന്നത്, അപ്പോൾ θ0-യിലാവും. അതെങ്ങനെ കിട്ടി നോക്കൂ, ഇവിടുന്ന് റിഫ്രാക്ട് ചെയ്തിട്ട് ഇവിടുന്ന് റിഫ്ലക്റ്റ് ചെയ്തു എന്നാ, മനസ്സിലാവുണ്ടോ? ഇവിടുന്ന് റിഫ്ലക്റ്റ് ചെയ്തു. അതിൽ ഇത് റേഡിയസ് ആണ്, ഈ ബ്രോക്കൺ ലൈനും റേഡിയസാണ്. അപ്പോൾ നോക്കൂ, നിങ്ങൾ ഈ ട്രയാങ്കിൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ദിസ് ട്രയാങ്കിൾ ഈസ് ഐസോസിലസ് അല്ലേ? കാരണം എന്താ, ഇത് റേഡിയസ് ആണ്, ഇതും റേഡിയസാണ്. അപ്പോൾ നോക്കൂ, ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ, അതായത് ഈ ആംഗിളും അതുപോലെ തന്നെ ഈ ആംഗിളും ഈക്വൽ ആവും. ഓക്കെ, ഐസോസിലസ് ട്രയാങ്കിൾ ആയത് കാരണം. അപ്പോൾ രണ്ടും phi 0 ആണെന്ന് പറയാം. ഇനി എന്താണെന്നറിയോ, അവിടുന്ന് റിഫ്ലക്റ്റഡ് റേ ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് റിഫ്രാക്ട് ചെയ്ത് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ ട്രയാങ്കിൾ നോക്കുകയാണെങ്കിൽ എന്താ, ഇത് റേഡിയസ് ആണ്, ഇതും റേഡിയസ് ആണ്. സോ ദിസ് ഈസ് ആൻ ഐസോസിലസ് ട്രയാങ്കിൾ അഗെയിൻ. അപ്പോൾ ആ രണ്ട് ആംഗിൾസ് എന്താവും? phi 0 ആയിരിക്കും. റൈറ്റ്, ഇവിടെ θ0-യിൽ വന്ന phi 0-യിൽ റിഫ്രാക്ട് ചെയ്യണു. അപ്പോൾ ഇവിടെ phi 0-യിൽ വന്ന θ0-യിൽ റിഫ്രാക്ട് ചെയ്യും. അതിന് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് റിവേഴ്സിബിലിറ്റി ഓഫ് ലൈറ്റ് എന്നാ പറയുക. മനസ്സിലായില്ലേ? രണ്ടും നോക്കൂ, ഇവിടെ എയർ, പിന്നെന്താ സ്ഫിയർ, ഇവിടെ സ്ഫിയർ എയർ ഒരേപോലെ വരും. അപ്പോൾ ഇവിടുത്തെ ഡീവിയേഷൻ θ0 മൈനസ് phi 0 ആണെങ്കിൽ ഇവിടെയും എന്താ θ0 മൈനസ് phi 0 തന്നെ. ഓക്കെ, ഇനി നമ്മൾ അറിയേണ്ടത് ഇവിടുത്തെ ഡീവിയേഷൻ എങ്ങനെ പോകേണ്ട റേ ഉണ്ടല്ലോ, അത് എങ്ങനെയായി പറഞ്ഞാൽ ഇതാണ് ഡീവിയേഷൻ. ആ ഡീവിയേഷൻ എത്ര വരും? ആ ഡീവിയേഷൻ പറഞ്ഞാൽ ഇത് ഒറ്റ ലൈൻ, ആ ലൈനിൽ മൊത്തം ആംഗിൾ 180. അതിൽ നോക്കൂ, ഇത്രയും എടുത്തു കഴിഞ്ഞാൽ എത്രയാ? 2 phi 0. അപ്പോൾ 180-ന്ന് 2 phi 0 സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എന്താ വരിക? ദാറ്റ് ഈസ് 180 മൈനസ് 2 phi 0.
ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ θ0 - φ0, ഇവിടെ 180 - 250, ഇവിടെ എഗെയിൻ θ0 - φ0. ഇതാണ് 3 ഡീവിയേഷൻ. അതെല്ലാം കൂടെ ആഡ് ചെയ്താൽ ടോട്ടൽ ഡീവിയേഷൻ കിട്ടും. ഇറ്റ്സ് ഗിവൺ ആസ് ആൽഫ. ഇവിടെ നോക്കുക, θ0 - φ0, പിന്നെ 180 - 250, എഗെയിൻ θ0 - φ0, ദാറ്റ്സ് ഈക്വൽ ടു ആൽഫ. φ0 നിങ്ങളൊന്ന് നോക്കി, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അപ്പോൾ -2 ആയി, പിന്നെ ഒരു -2 -4, മൊത്തം -4 φ0. പിന്നെ ഇവിടെ θ0 ഉണ്ട്, θ0 ഉണ്ട്, അപ്പോൾ 2θ0 - 4 φ0, പിന്നെ ഒരു 180 ഉണ്ട്, എല്ലാം കൂടെ ചേരുമ്പോൾ ആൽഫ. ഓക്കെ, റൈറ്റ്. ഇനി അത് അവിടെ നിൽക്കട്ടെ. ഇനിയിപ്പോൾ എന്താണെന്നറിയോ, നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ നോക്കുക. ഈ n = 2 ആൻഡ് ആൽഫ = 180, then all the possible values of θ0 will be. അതിൽ നമുക്ക് ആൽഫ 180 ആവുമ്പോൾ, ഇവിടെ 180 കൊടുത്തു കഴിഞ്ഞാൽ 180 കട്ടാവും. അപ്പോൾ 2θ0 = 4 φ0 വരും. അപ്പോൾ θ0 = 250. θ0 = 250. ഓക്കെ, പിന്നെ നമ്മൾ ജനറൽ ഫോം ഓഫ് ദി സ്നെൽസ് ലോ അപ്ലൈ ചെയ്യുക. ഇവിടെ നോക്കൂ, 1 × sin θ0 = അവർ തന്നിരിക്കുന്ന n = 2 എന്ന്, അവിടെ 2 2 × sin φ0. 1 × sin θ0 = 2 × sin φ0. അതിൽ θ0 250 ആണ്. അപ്പോൾ ഇവിടെ θ0ക്ക് പകരം 250 വെക്കുക, 250. അപ്പോൾ നമുക്ക് എന്താ പറയുക, sin 250. നോക്കൂ, ഇവിടെ θ0ക്ക് പകരം 250 കൊടുത്താൽ sin 250 2 sin φ0. ഈ ലെഫ്റ്റിലെ sin 250 ഉണ്ടല്ലോ, അതിന് നമുക്ക് 2 sin φ0 cos φ0 ഈക്വൽ ടു 2 sin φ0. അപ്പോൾ അവിടെ നിന്ന് എന്താ വരിക, cos φ0 = 1 എന്ന് വരും. ഓക്കെ, cos φ0 = 1. അപ്പോൾ φ0 = 0. φ0യുടെ ട്വൈസ് ആണ് θ0. φ0 0 ആണെങ്കിൽ θ0 0. ഓക്കെ, അപ്പോൾ നോക്കൂ 0 ഡിഗ്രി. അപ്പോൾ ആ P മസ്റ്റ് ബി മാച്ചിങ് വിത്ത് 5. P മസ്റ്റ് ബി മാച്ചിങ് വിത്ത് 5. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കൂ, സെക്കൻഡ് ഓപ്ഷൻ നോക്കുക. n = √3 ആൻഡ് ആൽഫ = 180 ഡിഗ്രി, then all the possible values of θ0 will be. ഇവിടെ ആൽഫ വീണ്ടും 180 ആണ്. അപ്പോൾ നമുക്ക് θ0 = 250 എപ്പോഴും കിട്ടും. ഓക്കെ, പിന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പക്ഷേ √3. സ്നെൽസ് ലോ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ 1 × sin θ0 = √3 × sin φ0 വരും. അപ്പോൾ നമുക്ക് എന്താ പറയാം, θ0 പറഞ്ഞാൽ എഗെയിൻ 250 ആണ്. അപ്പോൾ sin θ0 = √3 sin φ0 എന്നാ വരിക. sin θ0ക്ക് പകരം നമുക്ക് എന്താ 250 കൊടുക്കാം. അപ്പോൾ sin 250 = √3 sin φ0. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് φ0 എന്ന് പറയുന്നത് 0 ആണ് വിചാരിക്കുക. അപ്പോൾ sin 0 ഇവിടെയും 0 വരും. ഓക്കെ, അപ്പോൾ 0 ഇവിടെ 0 സാറ്റിസ്ഫൈ ചെയ്യും. φ0 = 0 ആവുന്നതിൻ്റെ ഒരു പോസിബിൾ വാല്യൂ ആണ്. φ0 = 0 ഈസ് പോസിബിൾ. ഇനി നോക്കൂ, ഇവിടെ ആക്ച്വലി sin θ0 = ജനറൽ ഫോമാ. sin θ0 = പിന്നെന്താ √3 sin φ0 എന്നാണ്. θ0ക്ക് പകരം 250 കൊടുത്തു. φ0 0 ആണെങ്കിൽ ദിസ് വിൽ സാറ്റിസ്ഫൈ. അപ്പോൾ അത് ഒരു വാല്യൂ ആണ്. ഇനി അടുത്തത് എന്താണെന്നറിയോ, ഈ sin 250നെ 2 sin φ0 cos φ0. അതിൽ sin φ0 കട്ടായി കഴിഞ്ഞാൽ 2 cos φ0 = √3. അപ്പോൾ cos φ0 = √3/2. അപ്പോൾ φ0 = 30 വരും. ഓക്കെ, അവർ ചോദിക്കുന്ന പോസിബിൾ വാല്യൂസ് ഓഫ് θ0 ആണ്. φ0 0 ആകുമ്പോൾ θ0 എന്ന് പറഞ്ഞാൽ 250 അപ്പോൾ θ0 0 ആവും. ഇവിടെ എന്താ φ0 30 ആവുമ്പോൾ θ0 60 ആവും. അപ്പോൾ θ0യുടെ രണ്ട് വാല്യൂസ് 0യും 60യും ആണ്. ഓക്കെ, അപ്പോൾ 60 ആൻഡ് 0 പറഞ്ഞു കഴിഞ്ഞാൽ എന്താ 2 മസ്റ്റ് ബി മാച്ചിങ് വിത്ത് ദിസ് വൺ. ഇനി ഈ n = √3 എന്ന് പറഞ്ഞാൽ മേലത്തെ അതേ കേസ് തന്നെ, ആൽഫ = 180 അതും അതേ കേസ് തന്നെ. ഇവിടെ θ0യുടെ വാല്യൂസാണ് ചോദിച്ചാൽ, ഇവിടെ φ0യുടെ വാല്യൂസാണ്. φ0യുടെ വാല്യൂസ് നോക്കൂ, 0യും 30യും ആണ്. ഓക്കെ, അപ്പോൾ 0 ആൻഡ് 30. അപ്പോൾ നമ്മൾ എന്താ, ദിസ് മസ്റ്റ് ബി മാച്ചിങ് വിത്ത് 1. ഓക്കെ, പിന്നെ അടുത്തത് ഈ n = √2 ആൻഡ് θ0 = 45. അപ്പോൾ നമ്മൾ അഗെയിൻ ജനറൽ ഫോം ഓഫ് ദി സ്നെൽസ് ലോ. അപ്പോൾ 1 × sin θ0 പറഞ്ഞാൽ 1 × sin 45 = അകത്ത് എത്രയാ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് √2 × sin φ0. അപ്പോൾ 1 × sin 45 = √2 × sin φ0. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടുന്ന് നോക്കൂ, ഈ sin 45 1/√2 ആ √2 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോഴെന്താ 1/2 എന്ന് വരും. അപ്പോൾ sin φ0 = 1/2. അപ്പോൾ φ0 = 30 വരും. ഓക്കെ, θ0 എത്രയാ 45, φ0 എത്രയാ നമുക്ക് 30 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് ആൽഫ കാണാം. θ0 45 2 × 45 എത്ര 90.
പിന്നെ 5030 4 into 30 എന്ന് പറഞ്ഞാൽ 120. അപ്പോൾ 90 minus 120 എത്രയാണ്? -30 പ്ലസ് 180 പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? ദാറ്റ് ഈസ് 150 എന്ന് വരും. അപ്പോൾ ആൽഫ ഈക്വൽ ടു 150 കിട്ടും. അവർ ചോദിക്കുന്നത് എന്താ? ദെൻ ഓൾ ദ പോസിബിൾ വാല്യൂസ് ഓഫ് ആൽഫ വിൽ ബി, അത് 150 ആണ്. സോ ദിസ് മസ്റ്റ് ബി മാച്ചിങ് വിത്ത് 4. ഓക്കെ, അപ്പോൾ 5214 ആണ്. 5214 പറഞ്ഞു കഴിഞ്ഞാൽ 5214. അപ്പോൾ ഇത് കറക്റ്റാണ്. റൈറ്റ്, നെക്സ്റ്റ് ആൻഡ് ഫൈനൽ. ഓക്കെ, ഈ പേപ്പറിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. The circuit shown in figure contains an ideal inductor capital L, a capacitor C0, a resistor R0 and an ideal battery. Okay, എല്ലാം ഉണ്ട്. പിന്നെ the circuit also contains two keys K1 and K2. Initially both the keys are open and there is no charge on the capacitor. Capacitor is initially uncharged. At an instant key K1 is closed and immediately after this the current in R0 is found to be I1. K2 ഓപ്പൺ ആണ് കേട്ടോ, K1 ക്ലോസ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇവിടെ DC ആണ്. അപ്പോൾ ഈ സർക്യൂട്ട് മാത്രമേ ആക്റ്റീവ് ആവൂ, അത് മാത്രമാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമ്മളെ ഒരു സ്വിച്ച് ഓൺ ആക്കാൻ, ഒരു കീ ക്ലോസ് ചെയ്യാൻ വേണ്ട സമയം നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാലോ, ഇൻഫിനിറ്റസിമലി സ്മോൾ. അപ്പോൾ ആക്ച്വലി ഇത് DC ആണെങ്കിലും അറ്റ് ദ ഇൻസ്റ്റന്റ് കീ ഈസ് ക്ലോസ്ഡ് ഇറ്റ് വിൽ ആക്ട് ആസ് എ ഹൈ ഫ്രീക്വൻസി AC. ഇൻഡക്ടറിൻ്റെ ഒപ്പോസിഷൻ, ഇറ്റ്സ് കോൾഡ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് 2πfl എന്നാ. അതിൽ F എന്ന് പറയുന്ന ഫ്രീക്വൻസി ഹൈ ആവുമ്പോൾ ഇൻഡക്ടർ വിൽ ഓഫർ എ ഹൈ ഒപ്പോസിഷൻ റിയാക്ടൻസ്, ഹൈ റിയാക്ടൻസ്. അതായത് അറ്റ് ദ ഇൻസ്റ്റന്റ് കീ ഈസ് ക്ലോസ്ഡ് ദിസ് വിൽ ആക്ട് ആസ് എ ഹൈ ഫ്രീക്വൻസി AC. ഭയങ്കര ഫ്രീക്വൻസിയിൽ AC ആവും. അതായത് പ്രാക്ടിക്കലി ഈ ഇൻഡക്ടർ കടത്തിവിടൂല. So current will be 0 at the instant key is closed. അപ്പോൾ I1 equal to 0 ampere. The value of I1 in ampere, that is, so P must be matching with 1. പിന്നെ വാല്യൂ ഓഫ് I2 in ampere is, I2 പറഞ്ഞാൽ എന്താ അത് നമുക്ക് നോക്കാം. ആഫ്റ്റർ എ ലോങ് ടൈം എന്ന് പറഞ്ഞാൽ സ്റ്റഡി സ്റ്റേറ്റ് വാല്യൂ ആണ്. ദ കറണ്ട് അറ്റൈൻസ് എ സ്റ്റഡി സ്റ്റേറ്റ് വാല്യൂ I2 ആഫ്റ്റർ എ ലോങ് ടൈം. ആഫ്റ്റർ എ ലോങ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് DC ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്നറിയോ, DCയുടെ ഫ്രീക്വൻസി 0യാണ്. അപ്പോൾ ഈ ഇൻഡക്ടർ കൊടുക്കുന്ന ഒപ്പോസിഷൻ 2πfl പറഞ്ഞാൽ 0യാ. ഇൻഡക്ടർ വിൽ ആക്ട് ആസ് എ ഷോർട്ട് സർക്യൂട്ട്, അതായത് വെറും ഒരു വയർ പോലെ ആക്ട് ചെയ്യും. അപ്പോൾ ഇതുവഴി പാസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ 20 വോൾട്ട് ഡിവൈഡ് ബൈ 5 ohm, ദാറ്റ് വിൽ ബി 4 ആംപിയർ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതൊക്കെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ Q എന്താ must be matching with 3. ഓക്കെ, ആ 3 അതാ മൂന്നാമത്തെ ഓപ്ഷനാണ് 4 എന്ന് കൊടുത്തിരിക്കുന്നത്. റൈറ്റ്, പിന്നെ എന്താ അത് പറഞ്ഞു. പിന്നെ എന്താണെന്നറിയോ, ദർ ആഫ്റ്റർ എന്താ K2 ഈസ് ക്ലോസ്ഡ് ആൻഡ് സൈമൾട്ടേനിയസ്ലി K1 ഈസ് ഓപ്പൺഡ്. കുറേ കഴിഞ്ഞപ്പോൾ എന്താണെന്നോ, ഈ ഇൻഡക്ടറിലൂടെ ഒരു സ്റ്റഡി കറണ്ട് പാസ് ചെയ്യും, അത് 4 ആംപിയറാണ്. അപ്പോൾ ആ ഇൻഡക്ടറിൽ ഒരു എനർജി ഉണ്ടാവും, ഹാഫ് Li സ്ക്വയർ. ഓക്കെ, അതിൽ I എത്രയാണ്? 4 ആംപിയറാണ്. ആ സമയത്ത് നമ്മൾ ഈ K1 അങ്ങ് ഓപ്പൺ ആക്കിയിട്ട് K2 അങ്ങ് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇതിനകത്ത് എനർജി ഉണ്ട്. ഓക്കെ, കപ്പാസിറ്റർ അൺചാർജ്ഡാ. അപ്പോൾ എന്താണെന്നറിയോ, പിന്നെ നമ്മൾ ഈ റെസിസ്റ്റർ സർക്യൂട്ടിലില്ല, ഈ ഇൻഡക്ടറും കപ്പാസിറ്ററും ആക്റ്റീവ് എലിമെൻറ്റ്സ് എന്നാണ് പറയുക. എനർജി ഡിസിപ്പേഷൻ ഇല്ല. അപ്പോൾ ആ ഇൻഡക്ടറിൽ എത്ര എനർജി ഉണ്ടോ അത് ഈ കപ്പാസിറ്ററിലേക്കും ഇൻഡക്ടറിലേക്കും ഇങ്ങനെ ഷട്ടിൽ ചെയ്തുകൊണ്ടിരിക്കും. ഓർ ദർ വിൽ ബി അൺഡാംഡ് LC ഓസിലേഷൻസ്. ഓക്കെ, അപ്പോൾ അവിടെ ഇനി അടുത്തത് എന്താണെന്നറിയോ, പിന്നെ ദ വാല്യൂ ഓഫ് ω0 ആണ്. ω0 പറഞ്ഞു കഴിഞ്ഞാൽ 1/√LC ആണ്. 1/√LC. അതിൽ L എത്രയാണ്? 25 മില്ലി ഹെൻറി പറഞ്ഞാൽ 10⁻³ കപ്പാസിറ്റൻസ് 10 മൈക്രോ ഫാരഡ് പറഞ്ഞാൽ 10 × 10⁻⁶. 10⁻³ 10⁻�6 10⁻⁻9 10 10⁻8. അത് റൂട്ടിന് പുറത്തെടുക്കുമ്പോൾ 10⁻⁴. അത് മേലെ പോകുമ്പോൾ 10⁻+4 10,000. ഓക്കെ, 10,000. 25 പുറത്തെടുക്കുമ്പോൾ എത്രയാ? 5. അപ്പോൾ 10,000 ഡിവൈഡഡ് ബൈ 5 അല്ലേ? 10,000/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? 2000 വരും. അതിന് 2 കിലോ റേഡിയൻസ് പെർ സെക്കൻഡ് എന്ന് പറയാം. അവർ ചോദിക്കുന്നതിൻ്റെ എന്താ കിലോ റേഡിയൻസ് പെർ സെക്കൻഡില. അപ്പോൾ 2 ആണ് ആൻസർ. അപ്പോൾ R മസ്റ്റ് ബി മാച്ചിങ് വിത്ത്, നോക്കൂ, 2. R മസ്റ്റ് ബി മാച്ചിങ് വിത്ത് 2. റൈറ്റ്. വാല്യൂ ഓഫ് V0 പറഞ്ഞു കഴിഞ്ഞാൽ കപ്പാസിറ്ററിൽ ഉണ്ടാകാവുന്ന മാക്സിമം വോൾട്ടേജാണ്. അതെപ്പോഴാണ് ഉണ്ടാവുക? ഇൻഡക്ടറിലെ ഫുൾ എനർജി കപ്പാസിറ്ററിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദ ഹാഫ് CV0² ഈക്വൽ ടു ഹാഫ് LI2². I2 ആണ് സ്റ്റഡി സ്റ്റേറ്റ് കറണ്ട്. ഹാഫ് രണ്ട് സൈഡിലും കട്ട് ചെയ്യുക. ബാക്കി നമുക്ക് V0 I2 × √L/C. I2 4 ആംപിയറാ. ഓക്കെ, √L എത്രയാണ്? 25 × 10⁻³
25 മില്ലി ഹെൻറി പറഞ്ഞാൽ കപ്പാസിറ്റൻസ് 10 മൈക്രോ ഫാരഡ് പറഞ്ഞാൽ 10 × 10⁻⁶. ഓക്കെ, അതിൽ 10ഉം 10⁻⁻⁶ എത്രയാണ്? 10⁻⁻5. അത് മേലെ പോകുമ്പോൾ 10⁻+5 ഇൻറ്റു 10⁻³ എത്രയാണ്? 10⁻². ഓക്കെ, അപ്പോൾ 2500 എന്ന് വരും. അതിൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ 50 വരും. 50 × 4 എന്ന് പറഞ്ഞാൽ 200 വരും. 200 എത്രയാണ്? അഞ്ചാമത്തെ ഓപ്ഷനാണ് അതെ ഇവിടെ. അപ്പോൾ എസ് മസ്റ്റ് ബി മാച്ചിങ് വിത്ത് 5 പറയാം. അപ്പോൾ 1325 പറഞ്ഞാൽ ആദ്യത്തെ ഓപ്ഷൻ തന്നെ കറക്റ്റാണ് കേട്ടോ. 1325. ഓക്കെ, അപ്പോൾ അതോടെ ഈ ഫസ്റ്റ് പേപ്പറിൽ എന്താ അത്ര വിഷമമുള്ള ചോദ്യങ്ങളൊന്നുമില്ല, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. താങ്ക് യു.